പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലവേഴ്സ് ഒരു കോടി. ഇന്ന് എന്റെ മത്സരാർത്ഥികളായിട്ട് വരുന്നത് എറണാകുളം പിറവത്തെ ഷാജി വർഗീസും സൈലമ്മയുമാണ്. ഇവരെ നിങ്ങൾ അറിയും. കുറച്ചു കാലം മുമ്പ് കൊച്ചിയിൽ ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് പറഞ്ഞ മിഷേൽ ഷാജിയുടെ മാതാപിതാക്കളാണ് ഇവർ. കണ്ണീര് തോരാത്ത ഒരു ജീവിതത്തിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മിഷേൽ ഷാജിയുടെ തിരോധാനത്തിലും അതേപോലെ മരണത്തിലുമൊക്കെ തന്നെ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട്. കൊച്ചിയിൽ നിന്ന് 18-കാരിയായ മിഷേൽ അപ്രത്യക്ഷയാകുന്നു. കുറച്ചു കഴിയുമ്പോൾ ഗോശ്രീ പാലത്തിന്റെ, അതും 2ാം പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്ന് വാർത്തകൾ പ്രചരിക്കുന്നു. എന്നാൽ കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത ഒരുപാട് ഇഴകൾ ഈ മരണത്തിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മകളെക്കുറിച്ച് ഓർമ്മിക്കുവാനും അവളുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കുവാനും ഈ മാതാപിതാക്കൾ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. പഠിച്ച് മിടുക്കിയായി തിരിച്ചു വരുമെന്ന് സ്വപ്നം കണ്ട മകളുടെ അകാല മരണത്തിന്റെ ഞെട്ടലും അതിനു പിന്നിലെ ദുരൂഹതകളും ഇപ്പോഴും വേട്ടയാടുകയാണ് ഈ മാതാപിതാക്കളെ. എറണാകുളം പിറവം മുളക്കുളം സ്വദേശികളായ ഷാജി വർഗീസ്, സൈലമ്മ ദമ്പതികളുടെ ഏകമകൾ മിഷേലിന്റെ മരണം ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമായി മലയാളികളുടെ മനസാക്ഷിക്ക് മുന്നിലുണ്ട്. മകളെ കാണാതായ വിവരമറിഞ്ഞ് കൊച്ചി നഗരത്തിലെത്തിയ നിമിഷം മുതൽ നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങളാണ് മരണത്തിന് പിന്നിലെ ദുരൂഹത കണ്ടെത്താൻ ഈ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചത്. വീട്ടുകാർക്കെന്ന പോലെ നാട്ടുകാർക്കും പ്രിയങ്കരിയായിരുന്ന മിഷേലിന് മരണാനന്തരമെങ്കിലും നീതി ഉറപ്പാക്കാനുള്ള ഷാജി വർഗീസിന്റെയും സൈലമ്മയുടെയും നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണയുമായി ഈ കുടുംബത്തെ ഇപ്പോഴും ചേർത്തു പിടിക്കുന്നവരുമുണ്ട്. 7 വർഷമായി മകൾ മിഷേലിന്റെ ദുരൂഹ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തുവാൻ നടത്തുന്ന പരിശ്രമങ്ങളുടെ തുടർച്ചയായി ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിലേക്ക് എത്തുന്നു പിതാവ് ഷാജി വർഗീസും മാതാവ് സൈലമ്മയും. ഹായ് കുട്ടേട്ടാ. നമസ്കാരം ഷാജി വർഗീസ് ആൻഡ് സൈലമ്മ. നമസ്കാരം. നിങ്ങളെ രണ്ടുപേരെയും കുറെ കാലമായി ഞാൻ ശരിക്കും കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാര്യം ഈ മിഷേൽ ഷാജിയെ കുറിച്ച്, നിങ്ങളുടെ മകളെ കുറിച്ച് ഞാൻ ഒരുപാട് വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ദുരൂഹത മാറ്റണം എന്നൊക്കെ ഞാൻ ഈ വാർത്തയോടെ പറയുമ്പോഴൊക്കെ നിങ്ങളുടെ ഒരു അവസ്ഥയും ഞാൻ ആലോചിക്കാതെ ഇരുന്നില്ല. 2017 ഈ സംഭവം അല്ലേ? ഈ മകള് ഏതിന് പഠിക്കുകയായിരുന്നു? CA പഠിക്കുമായിരുന്നു. ഓക്കെ. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? അവൻ BTechന് 3rd ഇയർ പഠിക്കുന്നു. എവിടെ? അത് മകനാണ്. എന്താ പേര്? മൈക്കിൾ. ഞാൻ ആദ്യമേ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചാലേ, ഈ മിഷേലിന് ആത്മഹത്യ ചെയ്യേണ്ട കാരണങ്ങളുണ്ടോ? ഒരു കാരണവുമില്ല. ഇല്ല. കാരണം നിങ്ങളറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അവളുടെ ജീവിതത്തില്? ഇല്ല. മിഷേല് പഠിച്ച് അവൾക്ക് CA എടുക്കണം. അവള് എന്നോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു, പപ്പ CA എടുത്താൽ CAയുടെ ഒരു ഒപ്പിന്റെ വില എന്താണെന്ന് പപ്പയ്ക്ക് അറിയാമോ? അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ തന്നെ അത്, അപ്പോൾ അവള് എത്രമാത്രം ഒരു CA പഠിച്ച് വലുതാകണം എന്ന് ആ ചെറുപ്പം മുതലേ ചിന്തിച്ചിരിഞ്ഞു എന്നുള്ളത് അവളുടെ സംസാരത്തിൽ നമുക്ക് വളരെ വ്യക്തമായിരുന്നു. എങ്ങനെയായിരുന്നു മോള് വീട്ടിൽ വന്ന് പോയിരുന്നു? അത് എറണാകുളത്ത് ഹോസ്റ്റലിൽ താമസിക്കുമായിരുന്നു? അതെന്തിനായിരുന്നു? കാരണം ഈ പിറവെന്ന് പറഞ്ഞ സ്ഥലമേ കുറച്ച് അടുത്തല്ലേ? അപ്പൊ പിറവത്ത് വേണമെങ്കിൽ വീട്ടിൽ വന്നു പോകാമായിരുന്നല്ലോ. എന്താണ് പുള്ളി ഹോസ്റ്റലിൽ താമസിച്ചത്? മോർണിംഗ് അപ്പോൾ ഒരു 6:30 പോയാലേ അവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ നേരത്തെ ക്ലാസ് തുടങ്ങുമല്ലോ. അതുപോലെ ക്ലാസ് തീരുന്നതും ചില ദിവസം എല്ലാം 5:45 ആകുമ്പോഴാണ് ക്ലാസ് തീരുന്നത്. ക്ലാസ് തീരാനും അപ്പോ ട്രാവലിന് മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ. പഠിക്കാൻ സമയം കിട്ടത്തില്ല. ഇതിന് പഠിക്കുമ്പോൾ ഒത്തിരി പഠിക്കാനുണ്ടല്ലോ. എങ്ങനെയും ഒറ്റ ഇതിൽ തന്നെ എഴുതി പാസ്സാകണം എന്നുള്ളൊരു ഉറച്ച തീരുമാനമായിരുന്നു നമുക്ക്. അയാള് താല്പര്യപ്പെട്ടാണോ ഈ CA കോഴ്സ് പഠിക്കാൻ? അതെ. +2 സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു എടുത്തിരുന്നത്. എന്നിട്ടും ഇതിനോട് താല്പര്യം തോന്നി അങ്ങനെ പോവുക ചെയ്തത്. ക്ലാസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളായിരുന്നു. നന്നായി എൻജോയ് ചെയ്തിരുന്നു. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷ വരുമ്പോൾ നമ്മൾ സാധാരണ പിള്ളേരോട് പറഞ്ഞ മോളെ പാടിക്ക് എന്ന് അവള് രാത്രിയിൽ ഞങ്ങൾ കിടക്കുമ്പോഴും അവള് കിടക്കത്തില്ല. അപ്പൊ രാത്രി അത്രയും ലേറ്റായി തനിയെ പഠിച്ചിട്ടാണ് രാത്രിയും കിടക്കുന്നത്. അപ്പൊ ആ ലക്ഷ്യബോധം എപ്പോഴും ചെറുപ്പം മുതലുണ്ടായിരുന്നു. ഈ 7 കൊല്ലമായല്ലോ ഇപ്പൊ ഈ മോളുടെ ഈ പ്രശ്നം ഉണ്ടായിട്ട്. ഇതൊരു സ്വാഭാവിക മരണമല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? കൊലപാതകമാണെന്ന് സംശയിക്കുന്നല്ല, കൊലപാതകമാണ് എന്നുള്ളതിനുള്ള എല്ലാ എവിഡൻസും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ആ എവിഡൻസ് എല്ലാം ഞങ്ങളുടെ ഈ അന്വേഷണം ഞങ്ങൾ എത്രമാത്രം മുമ്പോട്ട് പോകുന്നു അത്രമാത്രം ഇത് ആത്മഹത്യയാക്കാൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിപ്പോഴും പോലീസിന്റെ ഭാഗത്തെ ശ്രമം അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ്. പോലീസിന് എന്താ ഇതിൽ താല്പര്യം? പോലീസിന് താല്പര്യമുള്ള ഏതോ വ്യക്തികൾ ഇതിനകത്ത് വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിന് അതിന് കൃത്യമായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വനിതാ സ്റ്റേഷൻ, കസബ സ്റ്റേഷൻ, സെൻട്രൽ സ്റ്റേഷൻ, അങ്ങനെ 3 പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാണല്ലോ കുട്ടിയെ കാണാനില്ല എന്ന് ഞങ്ങൾ ആദ്യമേ പറയുന്നത്. അപ്പോൾ മോള് പള്ളിയിൽ പോയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടില്ല. എത്രയും വേഗം ടവർ ലൊക്കേഷൻ എടുത്ത് മോളുടെ ലൊക്കേഷൻ കണ്ടെത്തണം സാറേ എന്ന് പറഞ്ഞപ്പോൾ ഈ പരാതി നിങ്ങൾ അവിടെയല്ല പറയണ്ടേ എന്ന് പറഞ്ഞ് വനിതാ സ്റ്റേഷൻ ഞങ്ങളെ കസബ സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ കസബ സ്റ്റേഷൻ ചെന്നപ്പോൾ അവർ ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ഒരു കഥ ചോദിച്ച നമ്മളോട് കളിക്കൂട്ടുകാരോട് സംസാരിക്കുന്ന മാതിരി അവർ ഞങ്ങളുടെ സമയം വെറുതെ അവിടെ കുറേ സമയം കളഞ്ഞു. അപ്പോൾ എന്താണ് എങ്ങനെയാണ്, അപ്പോൾ അവർക്കും അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ളതല്ലേ അവരുടെ ജോലി ചെയ്യേണ്ടത്. അതവർ ചെയ്യുന്നതിന് പകരം ഞങ്ങളെ അവിടെ കുറേ നേരം വെച്ച് താമസിപ്പിച്ച് പല കാര്യങ്ങളും. എന്ത് പറഞ്ഞിട്ടാണ് താമസിപ്പിച്ചത്? നിങ്ങളെ പള്ളിയിൽ എപ്പോഴാണ് കൊച്ചു പോയത്, നിങ്ങളുടെ വീട് എവിടെയാണ്, പിറവത്താണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ച് അവസാനം പറയുകയാണ്, അയ്യോ ഈ കഥ പറയേണ്ടത് ഇവിടെയല്ലല്ലോ, നിങ്ങൾ സെൻട്രൽ സ്റ്റേഷനിൽ പോയി പറഞ്ഞാലാണ് നിങ്ങളുടെ യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ അതാണ് എന്നാണ് അവർ ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന്. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണോ ഈ സംഭവം നടന്നത് എന്നാണ് അവർ പറയുന്നത് അല്ലേ? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊച്ചിന്റെ ഹോസ്റ്റൽ ഈ വനിതാ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോകേണ്ട സ്റ്റേഷൻ വനിതാ സ്റ്റേഷനാണ്. അപ്പോൾ ഞങ്ങളത് അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നത്. അപ്പോൾ വനിതാ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങളെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുന്നതിന് പകരം നേരെ കസബയിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പൊ ഇത് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നായിരുന്നു? 2017 മാർച്ച് 5-ാം തീയതി. അന്നൊരു ഞായറാഴ്ച. അന്നാണ് മോള് പള്ളിയിൽ പോയി എന്ന് വിശ്വസിക്കുന്നത്. ഈ കല്ലൂർ പള്ളിയിലാണോ പോയത്? കല്ലൂർ പള്ളിയിലാണ്. അതായത് ഈ കല്ലൂർ പള്ളിയിൽ പോയ മോളുടെ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? കല്ലൂർ പള്ളിയിൽ പോകുമെന്ന് രാവിലെ പറഞ്ഞിരുന്നോ? അമ്മയോട് പറഞ്ഞിരുന്നോ? ഫോണൊക്കെ സംസാരിക്കുന്ന ആളെ രാവിലെ വിളിച്ച് സംസാരിച്ചു, പിന്നെ 3:30 ആയപ്പോ വീണ്ടും വിളിച്ച് സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ വൈകുന്നേരം പള്ളിയിൽ വളരെ സന്തോഷമായിട്ട് എപ്പോഴും സംസാരിക്കണ മാതിരി തന്നെ വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ചു, എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങനെ തന്നെയാ വെച്ചത്. അപ്പൊ ഇങ്ങനെ പള്ളി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പള്ളി പോയതിനു ശേഷം പിന്നെ ഇത് ആരാ വിളിച്ചു പറഞ്ഞു മോളെ കാണാനില്ലെന്ന്? മോളുടെ ഒരു ഫ്രണ്ട്. സാഹചര്യത്തിലാണ് അവര് വിളിച്ചത്? അവര് രാത്രി 8:30 വിളിച്ച് പറയുന്നത്. അതെ, ഹോസ്റ്റലിൽ കയറേണ്ട സമയം 7 മണി. 7 മണിക്കുള്ളിൽ ഹോസ്റ്റലിൽ കയറണം. പക്ഷെ 8:30 ആയപ്പോഴാണ് ഈ ഫ്രണ്ട് വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറയണത്, മിഷേൽ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ മോളെ, അവള് ഹോസ്റ്റലിലാണ്. മോളിപ്പോൾ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ആൻറ്റി, അവള് പള്ളിയിൽ പോയി, ഇതേവരെ വന്നില്ല, വിളിച്ചിട്ട് മൊബൈൽ സ്വിച്ച് ഓഫാ എന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ ഹോസ്റ്റലിൽ സാധാരണ 7 മണിക്ക് ഒരാള് അപ്രതീക്ഷിതമായി വന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ അവര് പറയേണ്ട കാര്യം പറഞ്ഞില്ല. അപ്പൊ അവരും ലേറ്റ് ആയിട്ടാണോ അന്വേഷിച്ചത്? അവര് പറഞ്ഞ് ഞങ്ങള് അന്നത്തെ ആ സിസ്റ്റർ അവിടെ ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങള് ആ സമയത്ത് പറയാണ്ടിരുന്നത് എന്നുള്ളൊരു ന്യായമായ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ആൻസറാണ് അവരന്ന് തന്നത്. ഓക്കെ, നമ്മൾ ഈ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ ഈ കേസിന്റെ അവസ്ഥ എങ്ങനെയാ? ഇപ്പൊ ഈ കേസ് ഞങ്ങൾ CBIക്ക് വിടാൻ വേണ്ടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്രൈംബ്രാഞ്ചിന്റെ കേസ് പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് അത് താമസം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങള് 2020 മുഖ്യമന്ത്രിയെ കണ്ട് അവസാനമായിട്ട് ഒരു ലെറ്റർ കൊടുത്തായിരുന്നു. ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് താമസിക്കാണ്ട് എത്രയും വേഗം റിപ്പോർട്ട് തരണമെന്നും ഞങ്ങളുടെ MLA ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ്, ഞങ്ങളുടെ അച്ഛന്മാരെല്ലാരും കൂടെ കൂടിയാണ് മുഖ്യമന്ത്രിനെ കാണാൻ പോയത്. അപ്പൊ അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഗവൺമെന്റ് CBIക്ക് ഒരു ഓർഡർ ഇടില്ല എന്ന് ആദ്യമേ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം, അല്ലാണ്ട് ഗവൺമെന്റ് CBIക്കുള്ള ഓർഡർ ഇടില്ല. അങ്ങനെയുള്ള ഒരു ആൻസർ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുക ചെയ്തത്. ഇപ്പൊ വർഷം 3 കഴിഞ്ഞിട്ടും അതിന് യാതൊരു പുരോഗതിയും ഇപ്പോഴും ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഫൈനൽ റിപ്പോർട്ട് അതായത് ക്രൈംബ്രാഞ്ച് മോള് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അവർക്ക് കൃത്യമായ തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തെളിവ് എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നില്ല? അല്ല, അപ്പൊ ഇത് നിങ്ങളെപ്പോ കോടതി വീട്ടിൽ പോയിക്കൂടെ? കാര്യം താമസിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ കോടതിയിൽ ഇപ്പൊ വെച്ചേക്കണം. അപ്പൊ അവര് വീണ്ടും ഞങ്ങളുടെ അന്നത്തെ മെസ്സേജ് എല്ലാം പോയത് CDയാക്കിന്ന് റിക്കവർ ചെയ്യാനുണ്ട് എന്നാണ് ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അത് റിക്കവർ ചെയ്താലാണ് ഇത് പൂർത്തീകരിക്കുക. അപ്പം അതൊന്നുമല്ല, അതൊക്കെ 1 വർഷത്തിനുള്ളിൽ
മാക്സിമം പോയ 1 വർഷം. അതിൽ കൂടുതൽ CDAക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഇതെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ കേസ് തേച്ച് മാച്ച് തീർക്കണം. എങ്ങനെയും ഇതിന്റെ തെളിവുകളെല്ലാം നഷ്ടപ്പെടും. ഇതിലെ പ്രതികളായിട്ടുള്ള ആരോ ഇതിന്റെ പിന്നിൽ കളിക്കുന്നു എന്നാണ് താങ്കൾ സംശയിക്കുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ ഇന്ന് ആരാ കൂടെ വന്നിരിക്കുന്നത്? ഇന്നിപ്പം ഫാദറൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഫാദറിന്റെ പേര്? ഫാദർ വിജു ഏലിയാസ്. വിജു ഏലിയാസ്. ഫാദർ എവിടെയാ? വെട്ടിക്കലാണ്. വെട്ടിക്കൽ, മുളന്തുരുത്തി. ഇവരുമായിട്ടുള്ള ബന്ധം എന്താ ഫാദറെ? എന്റെ കസിനാണ്. ഓക്കെ, സന്തോഷം. താങ്കൾ? എൻ്റെ പേര് വി ചന്ദ്രാചാര്യ. ആ, ഇലഞ്ഞിയാണ് സ്വദേശം. ആ, ഞങ്ങൾ കാരണവന്മാരായിട്ട് അടുപ്പമുണ്ട്, അയൽക്കാരുമാണ്. ഓക്കെ. താങ്കളോ ഫാദറെ? ഫാദർ ടി പി കുര്യൻ തളിയിച്ചറ. ആ, മോളുടെ എടവപ്പള്ളിയിലെ വികാരിയായിരുന്നു ആ സമയത്ത്. എവിടെ? കർമ്മേക്കുന്ന് മുളക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി. ആ, ആ. അപ്പൊ ഫാദർ മോളുമായിട്ട് കുറച്ച് സൗഹൃദത്തിലായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും, വലിയ അടുപ്പമായിരുന്നു എന്നൊക്കെ. തീർച്ചയായിട്ടും. അല്ലേ? എന്ന് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോഴൊക്കെ അനുഗ്രഹം ചോദിക്കുക, അതൊക്കെ മോള് ചെയ്യാറുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ട് വിവരങ്ങളൊക്കെ ധരിപ്പിക്കും. ആ, എപ്പോഴും പുഞ്ചിരിച്ച് നടക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. മിടിക്കുകയായിരുന്നു മിഷേൽ. മഹാമിടുക്കിയായിരുന്നു. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തുറന്നു പറയുന്ന ഒരു രീതിയായിരുന്നു. ഓക്കെ, ഫാദറോട് ഞാൻ സ്ട്രേറ്റ് ആയിട്ടൊരു കാര്യം ചോദിച്ചാലേ, ഈ മിഷേൽ ഷാജിയുടെ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് ഫാദർ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പല ഈ കാരണങ്ങളും അന്വേഷണം മനഃപൂർവ്വം താമസിപ്പിക്കുകയാണ് എന്ന് ഫാദറിന് തോന്നിയിട്ടുണ്ട്? പല കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കുവാൻ ഈ സാധിക്കും. മിഷേലിനെ ഒരുപാട് അടുത്തറിഞ്ഞ ആളാണല്ലോ ഫാദറെ. അതെ. അവൾക്കൊരു ആത്മഹത്യ ചെയ്യേണ്ട കാരണമുണ്ടോ? ഒരു തരത്തിലും കുഞ്ഞിന് ആത്മഹത്യ ചെയ്യേണ്ടതായ ഒരാവശ്യവും ഇല്ല. മാതാപിതാക്കളോടാണെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു രീതിയായിരുന്നു. ഓക്കെ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മോള് പഠിച്ചുകൊണ്ടിരുന്ന സെന്റ് ഫിലോമിന സ്കൂളിൽ ലീഡറായിരുന്നു. ആ സമയത്തും ഒക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എപ്പോഴും ഉണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് തൻ്റെ സർവീസ് അവിടെ അവൈലബിൾ ആക്കുന്ന ഒരു രീതിയായിരുന്നു. പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ആത്മഹത്യ എന്നുള്ള തരത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിന് വിരുദ്ധമായി ഈ കുഞ്ഞിൻ്റെ ബോഡി ലഭിച്ചതിന് ശേഷം കണ്ടതായ ചില അടയാളങ്ങളും മറ്റും ശരീരത്തിൽ മുറിവുകൾ, പ്രത്യേകിച്ച് ഒരു കമ്മൽ വലിച്ചു പറിച്ചതിൻ്റെ അടയാളം ചോരസഹിതം ഉണ്ട്. അതുപോലെ തന്നെ മുഖത്ത് ഏറ്റ നഖക്ഷതങ്ങൾ, അതുകൂടാതെ കഴുത്തിലും കയ്യിലും ബലപ്രയോഗം നടത്തിയതിൻ്റെതായ അടയാളങ്ങൾ, അതൊക്കെ വളരെ കൃത്യമായി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്തതല്ല, ഈ കുഞ്ഞിനെ കൊല ചെയ്തത് എന്ന് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഫാദറിലേക്ക് വരാം. അപ്പോൾ ഇന്നിപ്പോ നമ്മുടെ ഈ പത്രത്തിലേക്ക് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജസ്ന തിരോധാന കേസ് കേരളത്തിൽ ഒരുപാട് അന്വേഷണം നടന്ന ഒരു കേസാണ്. അതിന്റെ ക്ലോഷർ റിപ്പോർട്ട് ഇപ്പോൾ CBI കൊടുത്തിട്ടുണ്ട്. അതിൽ CBI പറയുന്നത് 48 മണിക്കൂർ കേരള പോലീസ് അത് വെച്ച് താമസിച്ചത് കാരണം ഇതിനകത്ത് ചില തെളിവുകൾ ഇല്ലാതാകുകയും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ കേരള പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു വാചകം ഈ ക്ലോഷർ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അതേപോലെ കേസാണല്ലോ ഈ ജസ്ന പോലൊരു സംഭവമാണല്ലോ ഇതും. തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് അന്ന് നിയമസഭയിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MLA അനൂപ് ജേക്കബ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസ് പോലീസ് യഥാസമയം കൈകാര്യം ചെയ്യാത്തതിന്റെ വീഴ്ചയാണ് ഈ കേസ് ഇതുപോലെയുള്ള ഒരു ഉയർച്ച ഉണ്ടാകാണ്ടിരുന്നത്. അതുപോലെ പോയതെന്നുള്ളൂ. അപ്പോ ഇപ്പൊ ഇനിയിപ്പോ ആ കേസിൽ താങ്കൾക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? കാര്യം കാലം ഇത്രയും പോയെങ്കിലും കേസിൽ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇത് ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളാൽ അല്ല, ഇത് ദൈവത്തിന്റെ ഒരു ഇഷ്ടമായിട്ട് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നും 7 വർഷമായിട്ടും ദൈവമാണ് ഞങ്ങളെ ഇത് മുമ്പോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഈ നവകേരള സദസ്സിലും താങ്കൾ ഈ പരാതി കൊടുത്തിരുന്നു? തീർച്ചയായിട്ടും. അവിടെ എന്ത് സംഭവിച്ചു? നവകേരള സദസ്സിൽ പരാതി കൊടുത്ത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരെ നമുക്ക് നേടിക്കാണാൻ പറ്റുന്നില്ല. പിറവത്ത് നവകേരള സദസ്സ് വന്നു കഴിഞ്ഞപ്പോൾ പരാതി എടുത്ത് അവിടെ കൗണ്ടറിൽ കൊടുത്തു. പിന്നെ ഒരു ലെറ്റർ വന്നു, നിങ്ങളുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട്, അത് ക്രൈംബ്രാഞ്ചിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ഒരു ലെറ്റർ വന്നു. അതല്ലാണ്ട് അതിന് വേറെ മറുപടി വന്നില്ല. ഈ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ ഈ മോള് ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഇഷ്ടമായിരുന്നോ? ഹോസ്റ്റലിൽ താമസിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ദിവസം അവധി കിട്ടിയെന്നാൽ ഉടനെ പോരും. പിന്നെ വിളിക്കും, രാത്രിക്ക് 8 മണി വരെ വിളിക്കാം. ആരോടായിരുന്നു കൂടുതലായിട്ട്? ഇപ്പം ഈ മിഷേലിന് അമ്മയോടാണോ അച്ഛനോടായിരുന്നു? ഞങ്ങൾ 3 പേരോടും ഒരേപോലെ സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. കൂടുതൽ സ്വകാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതും അതൊക്കെ ആരോടായിരുന്നു? പപ്പേനെ അങ്ങനെ അധികം കിട്ടാറില്ലല്ലോ. പപ്പ ബിസിനസ്. എനിക്ക് ഇലക്ട്രിക്കൽ ബിസിനസ് ആയിരുന്നു ആ സമയത്ത്. പിറവത്ത് കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്നോടാണ് കൂടുതലും ഫോൺ ചെയ്യുകയും ഞങ്ങളുമായിട്ടാണ് കൂടുതൽ സംസാരവും ഇതെല്ലാം വരുന്നത്. ഈ പള്ളിയിൽ പോയതിനു ശേഷം പ്രാർത്ഥനയ്ക്ക് ഈ 5 മണി കഴിഞ്ഞ് പോയെന്ന് പറയുന്നല്ലോ, അതിനുശേഷം കുറെ നേരം
കഴിഞ്ഞു. അമ്മ ഇത് അറിയുമ്പോൾ ഒരു 8:30 മണിയൊക്കെ ആയല്ലോ. അപ്പൊ ഈ 3 മണിക്കൂറിനിടയിൽ അമ്മ അന്വേഷിച്ചിരുന്നോ മകളെ കുറിച്ചോ? മോളെ വിളിക്കാനായിട്ട് ഞാൻ സമയം നോക്കുമ്പോ 8:10, കാരണം 8 മണി വരെ വിളിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ ഒന്ന് ഡയൽ ചെയ്തു, അന്നേരം സ്വിച്ച് ഓഫ്. അപ്പൊ ഫോൺ കൊടുത്തു അവിടെ സിസ്റ്റേഴ്സിന്റെ ഫോൺ. അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണോ? അവിടുത്തെ ഫോൺ 8 മണി വരെ 8 മണി വരെ ഉള്ളൂ. പിന്നെ 8 മണി കഴിഞ്ഞാൽ ഫോണെല്ലാം അവരെ ഏൽപ്പിക്കണം, രാവിലെ തിരിച്ചു കിട്ടത്തുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ 8:10 ആയിപ്പോയി. എനിക്ക് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് കാരണം അങ്ങനെ നിന്ന് അവര് പോകില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ് എന്ന് കണ്ടപ്പോൾ ഫോൺ കൊടുത്തു എന്നുള്ളൊരു കണക്ക് കൂട്ടിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് 8:30 ആയപ്പോഴാണ് ഫ്രണ്ട് വിളിക്കുന്നത്, മിഷേൽ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. 8:30. ആ ഫ്രണ്ട് റൂംമേറ്റ് ആണോ അതോ? റൂംമേറ്റ്. അപ്പൊ ആ കുട്ടി എന്താ അത്ര ലേറ്റ് ആയെന്ന് പറഞ്ഞു? അതായത് 7 മണിക്ക് ഉള്ളിൽ കയറണം. ഇവര് വിളിച്ചു നോക്കിയിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ കിട്ടുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് സിസ്റ്റർ വന്ന് കഴിഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു, സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്നാ വീട്ടിലേക്ക് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങി ലേറ്റ് ആയിട്ടെങ്ങാനും ഇവിടെ ഗേറ്റും പൂട്ടി കയറാൻ പറ്റാണ്ട് വീട്ടിലോട്ട് വന്നോ എന്നുള്ള ഡൗട്ടിലാണ് ആ കൊച്ചു വിളിക്കണത് അങ്ങോട്ട്. അപ്പൊ ഈ പോലീസ് സ്റ്റേഷനിലെ ഇത് ഇങ്ങനെ ഈ ഇളെ കാണാനില്ല എന്ന് 8:30 മണിക്ക് അറിയുന്നു. അങ്ങ് കടയിലായിരുന്നോ അങ്ങ് വീട്ടിലുണ്ടായിരുന്നു? അല്ല, അന്ന് സൺഡേ ആയിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലല്ല, ഞാൻ പുറത്തായിരുന്നു. പുറത്ത് ഒരു വർക്ക് സംബന്ധമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. മോളെ ഇവിടെ ഹോസ്റ്റലെത്തിയിൽ നിന്ന് മമ്മി എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഉടനെ ഞാൻ വീട്ടിൽ വന്നു. ഞങ്ങൾ പെട്ടെന്ന് റെഡിയായിട്ടാണ് നേരെ ഹോസ്റ്റലിൽ വന്നത്. നേരെ എങ്ങോട്ടാ പോയത്? നേരെ ഹോസ്റ്റലിലേക്കാണ് പോയത്, ഈ കച്ചേരിപ്പടിയിലുള്ള ഹോസ്റ്റലിൽ വന്നു. അപ്പൊ മോൾ അവിടെ വന്നിട്ടില്ല എന്നുള്ള വിവരമാണ് അവര് പറഞ്ഞത്. പള്ളിയിൽ പോയിട്ട് എത്തിയിട്ടില്ല. അവരന്വേഷിക്കാതിരുന്ന എന്ത് കാരണത്താലാണെന്ന് അവര് അന്വേഷിക്കാൻ അത് ഞങ്ങള് തിരക്കിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് നിങ്ങൾ പിന്നീട് എങ്ങോട്ട് പോയി? അപ്പൊ തന്നെ ഞങ്ങള് എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, ഇപ്പൊ കൊച്ച് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു സ്റ്റേഷനിൽ ചെല്ലുക, കൊച്ചിന്റെ ടവർ ലൊക്കേഷൻ എടുപ്പിച്ചു കഴിഞ്ഞാല് ഇനി കൊച്ചിന് എന്തെങ്കിലും ആപത്ത് പറ്റിയതോ എന്തെങ്കിലും ആണോ എങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊച്ചിന്റെ സൈറ്റ് ഏതാന്ന് കണ്ടെത്താലോ. അതാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളിനി ഒട്ടും വൈകണ്ട, നമുക്ക് പെട്ടെന്ന് കൊച്ചിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അപ്പോൾ കൊച്ചു എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടവർ ലൊക്കേഷൻ എടുപ്പിക്കാം. അപ്പോൾ ഏതാ സ്റ്റേഷൻ ആ സിസ്റ്റർമാരോട് ചോദിച്ചപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്, ഈ ഹോസ്റ്റലിന് നേരെ ഓപ്പോസിറ്റാണ് വനിതാ സ്റ്റേഷൻ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പെട്ടെന്ന് വനിതാ സ്റ്റേഷനിൽ ചെന്ന് പറയുകയാണ്, സാറ് ഞങ്ങളുടെ മോളിങ്ങനെ പള്ളിയിൽ പോയതാണ്, തിരിച്ചെത്തിയിട്ടില്ല, അതുകൊണ്ട് കൊച്ചിന്റെ ടവർ ലൊക്കേഷൻ എത്രയും വേഗം എടുക്കണമല്ലോ, കൊച്ച് എവിടെയാണെന്ന് അറിയണമെങ്കിൽ അതല്ലേ മാർഗമുള്ളൂ. അപ്പൊ അവര് കേട്ടിട്ട് അപ്പൊ തന്നെ പറഞ്ഞു, അയ്യോ ഈ പരാതി പറയണത് ഇവിടെയല്ല, നിങ്ങൾ നേരെ കസവയിലേക്ക് പോകാം. അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ കസവ സ്റ്റേഷൻ ഞങ്ങൾക്ക് എവിടെയാണെന്ന് അറിയില്ല, അത് അവിടെ നിന്ന് മാറിയ ഉച്ചയുടെ ഉള്ളിലേക്ക് കയറിയാണ്. ഈ രാത്രിയിൽ ഞങ്ങൾ കസവ സ്റ്റേഷനിൽ തപ്പി പിടിച്ച് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവര് ഞങ്ങളോട് എല്ലാവരും ഒരു 3-4 പോലീസുകാരെല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ടാണ് ഞങ്ങളുടെ വീട് എവിടെയാ, നാട് എവിടുന്നാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കൊച്ചു പള്ളിയിൽ പോയത്, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ലാസ്റ്റ് പറയുകയാണ്. കുറേ സമയം പോയി. അങ്ങനെ 6 മണിക്കൂറുകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് അവര് പറയുന്നത് നിങ്ങളുടെ സമയം പോക്കാൻ വേണ്ടി ചോദ്യങ്ങൾ അതാണ് സാറേ. ഇത് അവർക്ക് പെട്ടെന്ന് പിന്നീടാണോ മനസ്സിലായത് ഈ പോലീസ് സ്റ്റേഷൻ അല്ല? അങ്ങനെയല്ല, ഇത് ഒരു വെൽ പ്ലാൻഡ് ഒരു പദ്ധതിയായിട്ടാണ് നമുക്ക് പിന്നീട് അത് മനസ്സിലായത്. അപ്പോൾ അതിന്റെ ഒരു പ്രിപ്പയർ എന്ന രീതിയിൽ പോലീസ് പ്രവർത്തിച്ചു. അപ്പം ഞങ്ങളെ മാക്സിമം താമസിപ്പിക്കുക. അപ്പൊ കൊച്ചു പള്ളിയിൽ പോയിട്ട് തിരിച്ചെത്തിയത് 7 മണിക്ക് മുമ്പ്. 7 മണിക്ക് എത്തേണ്ട സമയം ഞങ്ങൾ അറിഞ്ഞില്ല. അവിടെ 8:30 മണി എന്നുള്ള സമയം അവിടെ 1.5 മണിക്കൂർ താമസിച്ചു. വീണ്ടും ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെയും ഞങ്ങളെ വെച്ച് താമസിപ്പിക്കുക, ലേറ്റ് ആക്കിക്കുക. അപ്പൊ ഇത് പോലീസിന് നേരത്തെ ഇങ്ങനെ ഒരാളെ കൊണ്ടുപോകുമെന്നുള്ള ഇതിന്റെ ഉള്ളിലുള്ള വലിയ ഒരാള് ആയതുകൊണ്ട് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പോലീസ് മനഃപൂർവ്വം ആദ്യം മുതലേ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ 7 വർഷമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ ഈ കസ്ബ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ട് പോയി? ഞങ്ങൾ നേരെ സെൻട്രൽ സ്റ്റേഷനിൽ മാത്രമല്ലേ ഉള്ളായിരുന്നു? സിസ്റ്ററും ഉണ്ട്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളല്ലല്ലോ പോയി പരാതി പറയുന്നത്. ഇത്രയും 5 പേരടക്കം വരുമ്പോൾ എന്തുകൊണ്ട് പോലീസ് ശ്രദ്ധിക്കാണ്ടിരിക്കണം? അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഞാൻ ഒരാൾ മാത്രം എന്ന് പറയണമെങ്കിൽ നിസ്സാരമായിട്ട് വേണേ തള്ളിക്കളയാം. ഗൗരവമുണ്ട്. അടുത്ത സ്റ്റേഷനിലേക്ക് നിങ്ങൾ പോയി അവിടെ എങ്ങനെയായിരുന്നു സ്വീകരണം? അവിടുത്തെ സെൻട്രൽ സ്റ്റേഷനാണ്. അതാണ് അതിലും വലിയ രസം. ഞങ്ങൾ ചെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു, അയ്യോ SI ഇന്ന് ഇവിടെയല്ലോ, ഇന്ന് ഈ കൊച്ചിന്റെ ടവർ ലൊക്കേഷൻ എടുക്കാൻ പറ്റിയല്ല, നിങ്ങൾ രാവിലെ 8:30 വരൂ, ഉടനെ ആൻസർ. അയാൾക്ക് ഇതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലായില്ലേ പോലീസുകാരന്? ഗൗരവ സ്വഭാവം മനസ്സിലാഞ്ഞിട്ടല്ല സാർ, അവർക്കും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ കേസ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഉഴപ്പിക്കളയണം,
ഇത് എടുക്കരുത്, ഇത് അന്വേഷിക്കരുത്. കാരണം 5-ാം തീയതി കൊച്ച് കാണാണ്ടായ അന്ന് തന്നെ ഞങ്ങളുടെ കേസ് എടുത്താൽ അവർക്ക് കേസ് അന്വേഷിക്കേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും. പക്ഷെ 6-ാം തീയതിയാണ് ഈ കേസ് അന്വേഷിക്കണമെങ്കിൽ കൊച്ചു കാണാണ്ട് പോയി എന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല എന്ന് കോടതിയിൽ വരും. അത് ശരി. അതാണ് നിങ്ങൾ പരാതി കൊടുത്തില്ലേ ഔദ്യോഗികമായിട്ട്? പരാതി കൊടുത്തു. ഞങ്ങള് 11 മണിക്ക് മുമ്പ് തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയതാണ്. അപ്പൊ ഞങ്ങൾ പരാതി കൊടുത്തു കഴിയുമ്പോൾ അവര് ഈ പരാതിയിലെ ഡേറ്റ് 5 സ്വീകരിക്കില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ഇത് തിരുത്തില്ല, ഇനി ഞാൻ 5-ാം തീയതിയാണ് വന്നേക്കണം, പിന്നെ എങ്ങനെ ഞാൻ 6-ാം തീയതി എഴുതി തരണം? ഇത് നിങ്ങൾ ആരോടെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പോലീസുകാരൻ പറഞ്ഞു? എല്ലാരോടും പറഞ്ഞു. എന്താ അമ്മ എന്തോ പറയാൻ വന്നല്ലോ അതിന്റെ ഇടയ്ക്ക്? ഇല്ല, അന്ന് നമ്മളെ ചെന്ന് 10:30 ആകുമ്പോ നമ്മള് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇവരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുഞ്ഞു മരിക്കില്ലായിരുന്നു. ഇവര് ഒരു ചെറിയൊരു 1% അവര് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞു മരിക്കില്ലായിരുന്നു സാറേ. അവരന്ന് ആ സമയം നഷ്ടപ്പെടുത്തിയതാണ് എന്റെ കുഞ്ഞ് ജീവനോടെ ഇന്നില്ലാത്തത്. അത് ഓർക്കുമ്പോ അതായത് ആ പോലീസുകാരൻ ഞങ്ങളെ ഉള്ളിലോട്ട് പോലും കയറ്റാണ്ട് മിറ്റത്ത് നിർത്തിയ ഇങ്ങനെ കൈ പുറകെ കെട്ടി നിന്നുകൊണ്ട് പറയണത്, അയ്യോ ഇന്ന് പറ്റില്ല, നാളെ ആവട്ടെ, നാളെ 8:30 വാ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പ നമ്മളൊരു പോലീസ് സ്റ്റേഷനിലാണോ പപ്പ വന്നേക്കുന്നതെന്ന്. കാരണം ഞങ്ങളുടെ വിചാരം എന്നെ കുഞ്ഞിനെ കാണുന്നില്ല, നേരെ പോലീസ്. ഒരു കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ മക്കളുള്ള ആളായിരിക്കുമല്ലോ. ഒരു അമ്മയുടെ വേദനയും ഒരു അച്ഛന്റെ ഒരു ഉത്കണ്ഠയും ഒക്കെ എന്തായിരിക്കും നമുക്ക് മനസ്സിലാവില്ല. അയാൾ എങ്ങനെയാണ് അത് പിറ്റേന്ന് വരാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ പോലീസുകാരന്റെ ഒക്കെ മനസ്സിൽ എന്താണോ എന്തോ. ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം എന്താ, പോലീസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളവരാണ്. നമുക്ക് എന്തെങ്കിലും കോൺസ്റ്റബിൾ അല്ലാതെ സീനിയർ ഉദ്യോഗസ്ഥന്മാരും ഇല്ല, വേറെ SI-മാരെ ആരും അവിടെ കണ്ടെത്തില്ല. കുറെ പോലീസുകാരുണ്ടായിരുന്നു. സീനിയർ കോൺസ്റ്റബിൾ ആയ ആളാണ് ഞങ്ങളുടെ അടുത്ത് ഇത് സംസാരിച്ചത്. നമ്മള് ടവർ ലൊക്കേഷൻ നോക്കാൻ പറയുമ്പോ അവര് പറയണേ SI ഇന്നില്ല, നാളെ 8:30 വരുള്ളൂ. SI ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ റേഷൻ കട പോലെ അടച്ചിടാൻ പറ്റിയ സാധനമൊന്നും അല്ലല്ലോ. അപ്പൊ ഒരു SI അവധിയിലാണെങ്കിൽ ഒരു പാസ്വേഡ് അയാളുടെ താഴെയുള്ള ആളിന്റെ അടുത്ത് കാണുമല്ലോ. സാർ അതാണ് സാർ മനസ്സിലാകാത്ത. SI ഇവിടെ ഇല്ല, പാസ്വേഡ് SI-യുടെയിലാണ് എന്ന് പറയാൻ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു നാടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതൊക്കെ തൊടുന്യായം. അപ്പൊ പോലീസ് നിരൂപിച്ചാൽ എന്തും നടക്കുന്ന ഒരു സാഹചര്യത്തില് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ കേസ് മനഃപൂർവ്വം പോലീസ് മാറ്റിവെച്ചത്? പക്ഷേ അവര് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ദാരുണ സംഭവം ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ ഞങ്ങള് പള്ളിയിൽ ചെന്നിട്ടുണ്ടോന്ന് അറിയാൻ അവിടുത്തെ ക്യാമറയുടെ ഇത് നോക്കാനായിട്ട് ഇവരോട് വിളിച്ച്, ആ സമയത്ത് നമ്മളൊരു പള്ളിയിൽ ചെന്നിട്ട് CCTV ദൃശ്യം നോക്കാൻ പറഞ്ഞെന്നാ അവര് നോക്കുവോ? അത് തന്നെയല്ല, നമുക്ക് പള്ളിക്കകത്ത് അങ്ങനെ പോകാൻ പറ്റുമോ? രാത്രി 12 മണി 1 മണിയായപ്പോ. അപ്പൊ ഇവരെ വിളിച്ചു കഴിഞ്ഞപ്പോ ഇതൊന്നും ഇന്ന് നടക്കത്തില്ല, ഈ സമയത്ത് എങ്ങനെയാ പോകുന്നേ, നാളെ ആവട്ടെ. സാറേ ഇതൊന്നും നോക്കി എന്നാന്ന് വെച്ചാൽ ഈ രാത്രിക്ക് നമ്മൾ പ്രവർത്തിക്കണ്ട. ഞാൻ ചോദിച്ചു, സാറേ ആ സമയത്ത് കുഞ്ഞ് എത്തേണ്ടിയടുത്ത്, ഞങ്ങളുടെ ഓർമ്മ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഇതിലാണ്, ആ കുഞ്ഞ് എത്തേണ്ടിയടുത്ത് എത്തൂലേ സാറേ, നാളെ നേരം വിളിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കിക്കോ. പിന്നെ ഞങ്ങളുടെ കൂടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പൊ ഈ സിസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് പള്ളിക്കകത്ത് പോയി ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പിന്നെ അച്ഛൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, ആ പള്ളിയിൽ ഒരു അച്ഛൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി അവിടെ ചെന്നു. അത് കഴിഞ്ഞ് അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ട്. പള്ളിയുടെ കോമ്പൗണ്ട് വരെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് എക്സ്പ്രഷൻസ് ഒക്കെ എന്താ സാധാരണ നല്ല നോർമൽ ആയിട്ടുള്ള ഇത്, വളരെ സ്മൈൽ സ്പേസോട് കൂടിയാണ് പള്ളി കയറുകയും ഇറങ്ങുകയും എല്ലാം ചെയ്യുന്നത്. അത് നമ്മൾ ആ വീഡിയോ ഈ ലാസ്റ്റിൽ ആ CCTV പറഞ്ഞിരിക്കുന്ന സമയം എത്ര മണിയാ? 6:18 വരെ പള്ളിയുടെ കോമ്പൗണ്ടിലുണ്ട്. ഓക്കെ. അതിനുശേഷം അവിടുന്ന് ആ CCTV അപ്രത്യക്ഷമായതിനു ശേഷം മോളുടെ ഒരു ദൃശ്യവും എങ്ങുന്നും. പക്ഷെ പോലീസ് ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു ദൃശ്യമായിട്ട് അങ്ങനെ ഒരു വിഷ്വൽ ഇല്ലായിരുന്നു. പിങ്ക് പോലീസിൽ നിന്ന് എടുത്തതാണെന്നും പറഞ്ഞ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിന് ശേഷം ഒരു 15 ദിവസത്തോളം ആയപ്പോഴത്തേനുമാണ് ഇങ്ങനെയൊരു ദൃശ്യം മിഷേല് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഗോശ്രീ പാലം ലക്ഷ്യം വെച്ച് പോകുന്നു പറഞ്ഞൊരു ദൃശ്യം പിങ്ക് പോലീസിൽ നിന്ന് കിട്ടിയെന്നും പറഞ്ഞ് ഇവർ അവതരിപ്പിച്ചു. ദൃശ്യത്തിലെ കുട്ടിയുണ്ടോ? ഇല്ല. അല്ല, മിഷേലിനെ പോലെ തോന്നിക്കുന്ന ഒരു കുട്ടി നടന്നു പോകുന്നതായിട്ട് ബാക്ക് ദൃശ്യമാണ് സാർ. ഇപ്പൊ എന്റെ ഒരു ബോഡി ഷേപ്പിലുള്ള ഒരാള് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഷർട്ടും ഈ പാന്റും
അതേ കളറിലിട്ട് ഞാനങ്ങ് നടന്നു പോകുന്ന ഒരു ബാക്ക് ദൃശ്യം എടുത്താൽ ഞാനന്ന് പറയാൻ പറ്റുമോ? ഷോള് മൊത്തം മൂടി, ഓക്കെ. ഒന്നും കാണരുത്, ഒന്നും അതുപോലെ മൂടി. കാണുന്നില്ല, ഫേസ് കാണുന്നില്ല. അല്ല, ആദ്യം ഈ പോലീസ് പറഞ്ഞത് ഈ ഗോശ്രീയുടെ 1-ാം പാലത്തിൽ നിന്ന് ഈ കുട്ടി ചാടി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നല്ലോ അവർ പറഞ്ഞത്. അത് പിന്നീട് അത് മാറ്റി പറഞ്ഞു, ഗോശ്രീ 2-ാം പാലമാണ് എന്ന് പറഞ്ഞു. അതാണ് അതിനകത്ത് പോലീസിന്റെ ഒരു കഥയുടെ തുടക്കം അവിടെയാണ്. ഓക്കെ. ഈ മോളുടെ അടക്കത്തിന് ശേഷം ഞങ്ങൾ CA അനന്ത്ലാൽ സാറിനെ കാണാനായിട്ട് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം അടക്കത്തിന് ശേഷം പിറ്റേ ദിവസം ചെല്ലുന്നു, സാറ് ഞങ്ങളെ കാണാൻ അനുവദിച്ചില്ല. അപ്പോൾ ആ സമയം ഞങ്ങൾ ഐലൻഡ് വാർപ്പ് ഈ ഭാഗങ്ങളിലെല്ലാം ഞങ്ങൾ ഈ മോളുടെ ബോഡി കിട്ടിയ ഈ ബോഡി യഥാർത്ഥത്തിൽ നിങ്ങൾ പിന്നീട് ഈ പള്ളിയിൽ പോയതിനു ശേഷം പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു? അപ്പം തിരിച്ച് വീണ്ടും സെൻട്രൽ സ്റ്റേഷനിൽ വന്നു, രാത്രി ചെന്നു. എത്ര മണിക്ക്? അവിടെ വന്നപ്പോൾ 1 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു, സാർ എത്രയും വേഗം കൊച്ചു പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ വീഡിയോ കിട്ടിയില്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാറ് കൊച്ചു പള്ളിയിൽ എത്തിയിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് പുറത്തു ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിൻ്റെ എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗം സാറിന് ടവർ ലൊക്കേഷൻ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഇവര് പറയുന്നു ഇന്ന് എടുക്കാൻ പറ്റത്തില്ല, നാളെ രാവിലെ 8:30 മണിക്ക്. കാരണം പാസ്വേഡ് ഇല്ലെന്നാണ്. പാസ്വേഡ് ഇല്ലെന്നാണ്. SI സ്ഥലത്തില്ല, പാസ്വേഡ് SIയുടെ കയ്യിലാണ് എന്ന് ആണ് അവര് നമുക്ക് ആൻസർ തന്നത്. ആ രാത്രിയിൽ എടുക്കാൻ പറ്റില്ല എന്ന് ഷാഡ്യം പിടിച്ച് തന്നെ അവര് ആ രാത്രി അപ്പൊ അങ്ങനെയാണ് അവർ ആ ഡേറ്റും പിറ്റേ ദിവസത്തേക്ക് ആക്കിയത്. പിന്നെ നിങ്ങൾ രാത്രി നിങ്ങൾ അന്വേഷിച്ച് നടന്നോ കൊച്ചി നഗരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കുറെ ഹോസ്റ്റലുകളിൽ അറിയാവുന്ന ഫ്രണ്ട്സിന്റെ നമ്പർ വെച്ച് അങ്ങനെയെല്ലാം ഞങ്ങൾ വിളിച്ചവർക്ക് എല്ലാം അന്വേഷിച്ചു കഴിഞ്ഞിട്ടൊന്നും ഒരു പിടുത്തവും കിട്ടിയില്ല. ഇവരുടെ അടുത്ത് പോകാനും പറ്റത്തില്ല. ഇവർ ഞങ്ങളെ കൊണ്ട് ഒരു ഇത് എഴുതിയിട്ട് ഇവിടെ ഇരിക്കുക, കട്ടൻ കുടിക്കുക. നമുക്ക് കട്ടൻ പോയിട്ട് വെള്ളം പോലും ഇറങ്ങില്ലാത്തൊരവസ്ഥയാണ്. ഇവർ അങ്ങനെയൊക്കെ നമ്മളെ ഇരുത്തി ഇതല്ലാണ്ട് ഇവർ അന്വേഷിക്കുന്നില്ല. ഞങ്ങൾ ഫോട്ടോ കാണിച്ചു, ദയവ് ചെയ്തൊന്ന് അന്വേഷിക്കുക എന്നിട്ട് ഇല്ല. പിന്നെ ഞങ്ങൾ തപ്പി നടന്നിട്ട് ഞങ്ങൾ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്? ഇവരുടെ അന്വേഷണം മാതിരിയാണോ? അങ്ങനെ ആ രാത്രിയിൽ ഞങ്ങൾ അവിടെ കുറെ ഹോസ്റ്റലും മറ്റുള്ള വെളുക്കപ്പുറം വരെ ഇരുന്നിട്ടാണ് ഞങ്ങൾ രാവിലെ കൊച്ചെങ്ങാനും വീട്ടിലേക്ക് പോകുന്നറിയാൻ ഞങ്ങൾ വെളുക്കപ്പുറത്താണ് വീട്ടിലെത്തിയത്. അപ്പോൾ വന്നപ്പോൾ കൊച്ചു വീട്ടിലില്ല. അപ്പോഴത്തേനും ഞങ്ങൾക്ക് പ്രയാസം കൂടി. അപ്പൊ തന്നെ ഞങ്ങൾ കുളിച്ചിട്ട് പെട്ടെന്ന് വീണ്ടും തിരിച്ച് സെൻട്രൽ സ്റ്റേഷനിലെത്തി. എത്ര മണിയായി കാണുമ്പോ? അപ്പൊ 8 മണി. അപ്പൊ അപ്പോഴാണ് പിന്നെ ഒരു 10:30 മണിക്ക് ശേഷമാണ് പിന്നെ അപ്പോഴും 10 മണി SI അവിടെ എത്തുന്നത് രാവിലെ. SI എത്തിയ ഉടനെ നിങ്ങളെ കണ്ടോ? എത്തിയ ഉടനെ കണ്ടില്ല. ഞങ്ങളെ കാണുമ്പോ 10:30 മണിയായി. അപ്പൊ ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു, വീണ്ടും ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ തലേദിവസം പരാതി എഴുതി കൊടുത്തായിരുന്നല്ലോ, പക്ഷെ അവരാ ഡേറ്റ് പിറ്റേ ദിവസത്തേക്ക് എഴുതി വെച്ചിരുന്നത്. അല്ല, ഡേറ്റ് പുള്ളി മാറ്റിയോ? പോലീസ് നിങ്ങൾ 5 പറഞ്ഞത്. ഞങ്ങൾ 5 എഴുതി കൊടുത്തത് വെട്ടിയിട്ട് 6-3 ആക്കിയായിരുന്നു തലേദിവസം. അത് വെട്ടിയിട്ടുണ്ടോ? വെട്ടിയിട്ടുണ്ട്. ഓവർ റൈറ്റിംഗ് ഉണ്ട്. അത് 5-3 വെട്ടിയിട്ട് അതിന്റെ അപ്പുറേ 6-3 ആക്കി. അപ്പൊ അത് രണ്ടും കാണാം നമുക്ക് പേപ്പറിൽ. അതെന്തിനാ ചെയ്തെന്ന് ഇപ്പോഴും അറിയില്ല അല്ലേ? ശരി, അതാണ് പോലീസ്. ഈ SI എന്താ പറഞ്ഞത്? അതായത് ഇതേ ഇല്ലാത്തതുകൊണ്ടാണ് ടവർ ലൊക്കേഷൻ നടത്താൻ പറ്റാഞ്ഞത്. അത് നിങ്ങൾ പറഞ്ഞു കാണുമല്ലോ. ആൻസർ അതിന് രാവിലെ തന്നില്ല. അങ്ങനെ ഇല്ല. ഞങ്ങൾ എന്താ ചോദിച്ച SI നിങ്ങളോട്? ഞങ്ങൾ ഉടനെ ടവർ ലൊക്കേഷൻ എടുക്കാം, അന്വേഷണം നടത്താം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ യഥാർത്ഥമായ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ക്രൈംബ്രാഞ്ചിൽ നിന്നൊന്നും നമ്മൾ അറിയിച്ചിട്ടില്ല. അല്ല, അവര് പറയണത് ഈ കലൂര് തന്നെ, അത് തന്നെയാണ് ലൊക്കേഷൻ ലാസ്റ്റ് കിട്ടണേന്ന് പറയുന്നു. അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. കലൂരാണ് ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതെന്നാണ്. അല്ല, കലൂരും ഗോശ്രീ പാലമായിട്ട് കുറച്ച് അകലുമില്ലേ? പിന്നല്ലേ, 3-4 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഈ ഗോശ്രീ പാലത്തിനടുത്തും ടവർ കാണുമല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കൊച്ചു ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ടവർ ലൊക്കേഷൻ കിട്ടുമല്ലോ. അതെ. അപ്പൊ അങ്ങോട്ട് കൊച്ചു വന്നിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഈ മരണം നിങ്ങൾ അറിയുന്നത്? പിറ്റേ ദിവസം വൈകുന്നേരമാണ് അറിയുന്നത്, 6-ാം തീയതി. ബോഡി എവിടെയാ കണ്ടെത്തിയത്? ഐലൻഡ് വാർപ്പിൽ നിന്ന് ബോഡി കിട്ടിയതാണ് പോലീസ് പറഞ്ഞത്. ഐലൻഡ് വാർപ്പിൽ നിന്ന്. നിങ്ങളുടെ സാന്നിധ്യത്തിലാണോ? അല്ല, ഞങ്ങളുടെ സാന്നിധ്യത്തിലല്ല. വാർപ്പിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ല? ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് അന്ന് 1 മണിയായപ്പോ ഞങ്ങളെ ഈ മോളുടെ ഫോണിന്റെ IMA നമ്പർ എടുക്കണമായിരുന്നു. അപ്പൊ അതിന്റെ ബോക്സ് എല്ലാം വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാനും വൈഫും കൂടെ വീട്ടിലേക്ക് പോയി. അതവിടെ പോയി അതെടുത്ത് IMA നമ്പർ എടുത്ത് എറണാകുളത്ത് നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു ഞങ്ങളിവിടെ നിന്നോ, അന്വേഷിച്ചോളാം, നിങ്ങളിപ്പോ പെട്ടെന്ന് പോരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് കാര്യങ്ങൾ നോക്കിയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ബോഡി കിട്ടിയപ്പോഴായിരിക്കും അവര് ഞങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും തോന്നിയതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞു നിങ്ങളിപ്പോൾ പെട്ടെന്ന് പോരണ്ട, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി വെക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ബോഡി എപ്പോഴാണ് കിട്ടിയെന്ന് ഞങ്ങൾ ആ സമയം അറിഞ്ഞില്ല. നിങ്ങൾ എപ്പോഴാണ് ഈ മരണം അറിയുന്നത്?
ഞങ്ങൾ രാത്രി ഒരു 9 മണി ഒക്കെ ആയി. പോലീസ് സ്റ്റേഷൻ തന്നെയാണോ അറിയിച്ചത്? അല്ല അല്ല ഞങ്ങളുടെ അല്ല, ബന്ധുമിത്ര ഇവിടെ ബോഡി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇവരാൾക്കാരുണ്ടായിരുന്നല്ലോ എറണാകുളത്ത്. ആ. അവരെ വാർപ്പിലേക്ക് വിളിച്ച് ബോഡി ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അങ്ങനെ അവരറിഞ്ഞു. പിന്നെ അവര് വീട്ടിൽ വന്ന് 9-9:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ എങ്ങനെ ഈ ഡെഡ് ബോഡി അവിടെ വാർഫിൽ കണ്ടെത്തി എന്നുള്ളത് ആരാ പോലീസിനോട് പറഞ്ഞത്? അതറിയാമോ? അത് അറിയില്ല. അത് എങ്ങനെയാ അവര് ഇൻഫർമേഷൻ കൊടുത്തതെന്നുള്ളത് അറിയില്ല. ഓക്കെ, ആരാ വിളിച്ചു പറഞ്ഞെന്ന് അറിയില്ല. ഞങ്ങള് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് ചോദിച്ചിട്ട് അവര് വിശദമായിട്ട് പറയുന്നില്ല. ഇവര് എല്ലാത്തിന്റെയും ആൻസർ ഞങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് എഴുതി വരെയും കൊടുത്തു. ഇതിനൊക്കെ ഞങ്ങൾക്ക് അന്ന് സെൻകുമാർ ആയിരുന്നു സാറ്, DGP ആയിട്ടിരുന്നത്. അപ്പൊ സെൻകുമാർ സാറിനെ പോയി കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്പറിട്ട് എഴുതി കൊടുത്തു. അപ്പോൾ സെൻകുമാർ സാറ് തന്നെ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഈ കയ്യിലെ വാച്ച് ഒരു കാരണവശാലും സ്ട്രാപ്പ് വാച്ചാണ്, അത് അഴിഞ്ഞു പോകാനായിട്ട് യാതൊരു ചാൻസും ഇല്ല സൂയിസൈഡ് ആണെങ്കിൽ. പിന്നെ കയ്യിൽ ഇറങ്ങി കിടന്നിരുന്ന മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരവും ഒരിക്കലും പോയില്ല. കാരണം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് വീർത്ത് വരത്തേ ഉള്ളൂ. അത് നല്ല ടൈറ്റ് ആയിട്ടുള്ള മോതിരം, അങ്ങനെ ഊരിപ്പോകുന്ന ഒരിതല്ല. അപ്പൊ ഈ 2 കാരണങ്ങൾ തന്നെ മതി. മോതിരം ഇല്ല, ഈ 2 ഇല്ല. അപ്പൊ കമ്മൽ ഓർണം ഉണ്ടായിരുന്നു, ഓർണം വലിച്ചു പറിച്ച നിലയിലായിരുന്നു. കാതിന്ന് അപ്പോഴും ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുക രാവിലെ. അങ്ങനെ സെൻകുമാർ സാറ് ഇവർക്ക് ക്രൈംബ്രാഞ്ചിലേക്ക് പറഞ്ഞു, ഈ പേരൻസിന് ഇതിൻ്റെ എല്ലാ ആൻസർ കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ചിലേക്ക് അയച്ചു. പിന്നെ ഞങ്ങളെ ഇവർ വിളിക്കുന്നേ ഇല്ല, ഞങ്ങളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും സെൻകുമാർ സാറിനെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു ആൻസറും കിട്ടുന്നില്ലല്ലോ സാറേന്ന്. സെൻകുമാർ സാറ് വീണ്ടും ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, അവരെ വിളിച്ച് ഇതിനുള്ള ആൻസർ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഒരു ദിവസം വിളിച്ചു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു ആൻസറും തന്നില്ല. തൃപ്പൂണിത്തുറ ഓഫീസിലേക്ക് അവരൊന്നും പറയുന്നില്ല. അവരെന്താ പറയുന്നത്? ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഇവർക്കൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കാണ്ടിരുന്നത്. ഈ സംസ്കാര ചടങ്ങൊക്കെ നടക്കുമ്പോഴേ അവിടെ ഈ മഫ്റ്റിയിൽ പോലീസുകാരുണ്ടായിരുന്നു. അവർ നാട്ടുകാരോടൊക്കെ ഇത് ആത്മഹത്യയാണെന്ന് പലരും പറഞ്ഞു എന്നൊക്കെ അന്ന് പത്രത്തിലൊക്കെ വാർത്തയൊക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായി പള്ളിയില്. അതിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളെ ഞങ്ങളുടെ പള്ളിയിലെ പല ഇടവക്കാരും എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ചേട്ടാ ഈ മഫ്തിയിൽ കുറേ പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു, അവരെല്ലാം ഞങ്ങളോട് പറഞ്ഞത് ഈ കൊച്ചു ആത്മഹത്യ ചെയ്തതാണ്. ഈ ആത്മഹത്യ കാരണമായിട്ട് ഈ പോലീസുകാർ പറയുന്നത്. അപ്പൊ അവര് ഈ ഞങ്ങളുടെ ഇടവക്കാരിൽ നിന്ന് എന്തെങ്കിലും ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയണത്. ഇപ്പൊ ഈ കൊച്ചിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടോ? അങ്ങനെ അവരുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ, യാതൊരു പ്രശ്നവുമില്ല, അവര് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണല്ലോ എന്ന് ഇവർ ഓരോരുത്തരും പറയുമ്പോഴും അപ്പൊ ഇവർക്ക് മുഖം ചുളുങ്ങി തുടങ്ങിയെന്ന് പറഞ്ഞു. അവർക്ക് പ്രതീക്ഷിച്ച ആൻസർ ആരിൽ നിന്നും കിട്ടുന്നില്ല. അപ്പൊ അതിനകത്ത് ഒരാൾ പ്രത്യേകം നോട്ട് ചെയ്തപ്പോഴാണ് ഇത് പോലീസുകാരനാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായെന്ന് എന്നോട് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അപ്പൊ താങ്കൾ അവിടെ ഉണ്ടായിരുന്നു? ഫാദർ ഉണ്ടായിരുന്നു അവിടെ? ഞാൻ ആ ബോഡി കിട്ടിയപ്പോ ബോഡി മോർച്ചറി ഇരിക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും പോലീസുകാർ ഇങ്ങനെ സൂയിസൈഡ് ആണെന്ന് പറഞ്ഞോ? എന്നോട് അവിടെ ഇരുന്ന ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് വരുന്ന എല്ലാ ഫോൺ കോൾസിനും റെസ്പോണ്ട് ചെയ്യുന്നത് ഡ്രൗണിങ് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം തന്നെ ഒരു സൂയിസൈഡ് എന്നുള്ള രീതിയിലുള്ള രംഗം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അല്ല അങ്ങ് ഫാദർ എന്തെങ്കിലും സംശയം പോലീസുകാരോട് ചോദിച്ചോ? അവിടെ ഒരു ഓർഗനൈസ്ഡ് അറ്റംപ്റ്റ് ഉണ്ടെന്ന് അങ്ങേക്ക് സംശയം തോന്നിയപ്പോ? അല്ല, ആ സമയത്ത് നമുക്ക് തോന്നിയില്ല. അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വെച്ചിരുന്ന എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി നിൽക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരാരെ വിളിച്ചു. അപ്പോൾ ബോഡി പെട്ടെന്ന് തന്നെ നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മാറ്റുന്നതെന്ന് ചോദിച്ചു. അതിവിടെ എന്തോ തടസ്സമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് മാറ്റുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളും ബോഡി മാറ്റി, ഞാനും കൂടെ പോയായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അത് കണ്ട് ബോഡി നമ്മൾ തിരിച്ച്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്താ പറഞ്ഞിരുന്നത്? പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു ഫോർമലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഫുൾഫിൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ആയിരുന്നില്ല പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിൻ്റെ വയറ്റിലധികം വെള്ളം ഉണ്ടായിരുന്നില്ല, ഭക്ഷണത്തിന് ചില പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല. അതങ്ങനെ വല്ല ബലപ്രയോഗമോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും മുറിവ് ഇങ്ങനെ ഇതൊക്കെ അതിൽ പറയില്ലേ സാധാരണ? പറയേണ്ടതാണ്. ആ കൊച്ചിന്റെ കയ്യില് 4 വിരല് ഈ മുട്ടയിൽ അമർത്തി പിടിച്ച പാട്. അത് ഞങ്ങൾ സ്ഥിരീകരിച്ചത് ഞങ്ങളുടെ വിദഗ്ധ ഫോറൻസിക് സർജൻ ഉപാദത്തൻ ഡോക്ടറെ ഞങ്ങൾക്ക് ഒരു കാണാനുള്ള പെർമിഷൻ കിട്ടി. ഞങ്ങളങ്ങനെ തിരുവനന്തപുരത്ത് അങ്ങയുടെ വസതിയിൽ പോയി ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാണ് ഈ വീഡിയോയും ഈ ഫോട്ടോയും എല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു,
ഷാജി ഇത് ജീവനുള്ളപ്പോൾ പിടിച്ചമർത്തിയ പാടാണ്. ഇതിന് യാതൊരു സംശയവുമില്ല. ഒരാൾ മരിച്ചതിന് ശേഷം പിടിച്ചമർത്തിയാൽ അങ്ങനെ ഒരു പാടുണ്ടാകില്ല. അപ്പോൾ ജീവനുള്ളപ്പോൾ അപ്പോൾ സാറ് പറഞ്ഞു ഷാജി എങ്ങനെ പിടിച്ചേ എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. സാറ് എൻ്റെ പുറകിലേക്ക് വന്ന് ഇങ്ങനെ പിടിച്ചു. അപ്പോഴാണ് ഇങ്ങനെ തന്തവരിൽ നേരെ പുറകിൽ പോവും, 4 വിരൽ ഇവിടെ. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത്. അപ്പോൾ ഒരു ഫോറൻസിക് ഡോക്ടർക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ കയ്യെ പിടിച്ച് കാണിച്ചു തന്നു, ഷാജി ഇങ്ങനെ പുറകിൽ നിന്ന് പിടിച്ച പാടാണ്, ഇതിന് യാതൊരു സംശയവുമില്ല. ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിശദീകരണം ഞാൻ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് പറഞ്ഞു കൊടുക്കാം. ഇത് എൻ്റെ എങ്കടെ മോളാണെന്നാണ് ആ ഡോക്ടർ ഞങ്ങളോടൊന്ന് പറഞ്ഞത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപൂർണമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, അതിനെ തോന്നുന്നു. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ആരായിരുന്നു? മെഡിക്കൽ കോളേജിലെ സർജനായിരുന്നു ചെയ്തത്. അവരെ കാണാൻ പറ്റിയോ നിങ്ങൾക്ക്? അവര് ഞങ്ങൾ കണ്ടില്ല. പക്ഷെ ഞങ്ങളുടെ അന്വേഷണം എല്ലാവരിലും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഈ ബോഡി അധികം നേരം വെള്ളത്തിൽ കിടന്ന അല്ല എന്ന് അവർക്ക് പൂർണ്ണമായിട്ടും അറിയാമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഓക്കെ, പിന്നെ നിങ്ങൾ റീപോസ്റ്റ്മോർട്ടം എന്തെങ്കിലും ആവശ്യപ്പെട്ടോ? റീപോസ്റ്റ്മോർട്ടം ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. ഇതിപ്പോ കേസ് പെട്ടെന്ന് വരും, അന്വേഷിക്കും, സത്യാവസ്ഥ കണ്ടെത്തും എന്നായിരുന്നല്ലോ ഞങ്ങളുടെ അപ്പോഴത്തെയും പ്രതീക്ഷ. ഈ ഗോശ്രീ പാലമേ ഒന്നാമത്തെ പാലത്തിൽ നിന്ന് എടുത്തു ചാടി എന്ന് ആദ്യം പറഞ്ഞു, പിന്നീടത്തെ പാലം 2ാമത്തെ പാലമായി. അപ്പൊ ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് മാറിയതാണോ അതോ? സി അനന്തലാൽ സാറിന്റെ ഒരു കഥയായിരുന്നു അത്. ഞങ്ങള് CI സാറിനെ കാണാനായിട്ട് കൊച്ചിന്റെ അടക്കുന്നതിന് ശേഷം പിറ്റേ ദിവസം പോയി. അന്ന് കാണാൻ പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസവും കാണാൻ അനുവാദം തന്നില്ല. 3-ാം ദിവസമാണ് കാണാൻ അനുവദിച്ചത്. അതെന്തുകൊണ്ടായിരിക്കും അത് അനുവദിക്കാഞ്ഞത്? അതാണ് ഞങ്ങൾക്ക് അപ്പോഴും മനസ്സിലായി. 3-ാം ദിവസം മീഡിയകളെല്ലാം അവിടെ വന്ന് ഇത് പുറത്തേക്ക് പോകുമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ വിളിച്ചിട്ട് എന്താ പറഞ്ഞ അദ്ദേഹം? പെട്ടെന്ന് ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാം കൂടെ 10-15 പേര് ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും കസേര ഇട്ട് തന്നു. ഫസ്റ്റിലത്തെ അനൗൺസ്മെന്റ് ഇതാണ്, അതെ മിഷേൽ ആത്മഹത്യ ചെയ്താ കേട്ടോ. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഇങ്ങനെ സാറിന് മനസ്സിലായേ? അത് എനിക്കറിയാം, മിഷേൽ ആത്മഹത്യ ചെയ്താ. അതെങ്ങനെയാ സാറേ? അത് ഗോശ്രീയുടെ 1-ാം പാലത്തിൽ നിന്ന് ചാടിയാണ് മിഷേൽ മരിച്ചത്. അപ്പൊ ഗോശ്രീയുടെ 1-ാം പാലത്തിൽ നിന്ന് ചാടി മരിച്ചു എന്ന് സാറ് പറയണമെങ്കിൽ, സാറ് 1-ാം പാലത്തിൽ അന്ന് ആ താഴെ ഒരാളുടെ പോലും വെള്ളമില്ല. അന്ന് അതിൻ്റെ ആ 1-ാം പാലത്തിന് താഴെ നല്ല ചെളിയുള്ള സമയമാണ്. മാർച്ച് മാസത്തിൽ ഈ കായലല്ലേ ഇറങ്ങിക്കിടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ഒരാൾ വീഴുകയാണെങ്കിൽ ആ ചെളിയിലേക്ക് പൂണ്ടുപോകുമല്ലോ സാർ. പിന്നെ എങ്ങനെയാണ് സാർ ഐലൻഡ് വാർപ്പിലേക്ക് ഈ ബോഡി എത്താൻ ചാൻസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ CI സാർ ഒരക്ഷരവും ഞങ്ങളോട് പറഞ്ഞില്ല. പിന്നെ എപ്പോഴാണ് ഈ 2ാമത്തെ പാലത്തിലേക്ക് മാറി? അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും സാറിന്റെ ടോക്കിങ് തുടരുകയാണ്. ഞാൻ ഈ അന്വേഷിച്ച ഈ കേസ് സാറേ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 3-ാം ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ടില്ല, വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ അടുത്തോ ഒന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പൊ ഇദ്ദേഹം കണ്ടിട്ടുണ്ടാവോ? കണ്ടിട്ടുണ്ടാകാതിരിക്കാം, അറിയില്ല. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ട് ഞങ്ങളെ കുറിച്ചും അന്വേഷിച്ചിട്ട് ഈ ഹോസ്റ്റലിലും വന്ന് അന്വേഷിച്ചിട്ട് ഈ മോളുടെ സ്വഭാവവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചിട്ട് വേണം. ഒരു പ്രാഥമികമായ അന്വേഷണം നടത്താതെ തന്നെ ഒരു CI സാറ് എങ്ങനെയാണ് ആദ്യമേ ഒരു ആത്മഹത്യ എന്നുള്ള ഒരു കാര്യം ഉറച്ചങ്ങ് പ്രഖ്യാപിക്കുന്നത്? ഞാൻ കണ്ടെത്തിയ ഈ കാര്യം നിങ്ങൾ CBI അല്ല, ക്രൈംബ്രാഞ്ച് അല്ല, ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചാലും ഇത് ഞാൻ എഴുതി വെച്ച ആത്മഹത്യ എന്ന നിഗമനത്തിൽ മാത്രമേ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്ന് അങ്ങ് ഉറച്ച് പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. CI സാറിന് കൃത്യമായിട്ട് ഇത് ആത്മഹത്യയാക്കണം, ഈ പ്രതികളെ രക്ഷിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളിലൂടെയാണ് CI സാർ അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ സംശയിക്കുന്നു. അപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായം കൂടെ കേട്ടാൽ നന്നായിരുന്നു. ഈ സംസ്കാരം നടത്തിയ ദിവസം താങ്കൾ അവിടെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. താങ്കൾക്ക് എന്താ തോന്നിയത്? ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ദുരൂഹതകൾ ബാക്കിയുണ്ട്? തീർച്ചയായിട്ടും. ആദ്യത്തെ ദിവസം മുതൽ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ആ കുട്ടിയെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ, അവളുടെ ജീവിത രീതി, അവളുടെ സ്കൂൾ ജീവിതം, അവളുടെ കലാപരമായിട്ടുള്ള ജീവിതം, അവൾ ആധ്യാത്മികമായിട്ട് പോകുന്ന വഴികളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള 100% നമുക്ക് ഉറപ്പാണ്. ഇനി പോലീസ് പറയുന്നത് ആത്മഹത്യയാണ് സാർ, അവർ പറയുന്ന ആത്മഹത്യയാണ്. പക്ഷെ നമുക്ക് ആത്മഹത്യയാണെന്ന് അല്ല എന്ന് തെളിയിക്കുവാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. തെളിവ് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇപ്പൊ ഞാൻ ഈ വൈദികന്റെ കയ്യിൽ തന്നെ കാണിച്ചു തരാം. ഇദ്ദേഹത്തിനെ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ മാത്രമാണ് ഈ 4 വിരൽ ഇവിടെ വരുള്ളൂ. അതാണ്
കുട്ടിയുടെ മാതാപിതാക്കളും പറഞ്ഞത്. ഇങ്ങനെ ബലിഷ്ഠമായിട്ട് പിടിച്ചു ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ടുള്ള പക്കാ ക്രിമിനലുകൾ ഈ കുട്ടിയെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ്. 4 വിരൽപ്പാടുകൾ അമർന്ന് ചുവന്ന് കല്ലിച്ച ആ പാടുകൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ എഴുതിയ ഡോക്ടർ അവരുടെ അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, മകളായിരിക്കാം, അവർ ചെയ്തതിനകത്ത് ഉരസിയ പാട് എന്നാണ് എഴുതി ചേർത്തത്. അതുപോലെ കുട്ടിയുടെ കാതിലെ കമ്മൽ വലിച്ചു പറിച്ച് ബ്ലീഡിങ്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കയറ്റിയ ഈ ഡെഡ് ബോഡി ഫ്രീസറിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം. ഇവർ ഫ്രീസർ കാലിയായി കിടന്നിട്ട് പോലും ഈ കുട്ടിയുടെ ഡെഡ് ബോഡി പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടി വരിഞ്ഞു മുറുക്കി വെക്കുകയായിരുന്നു. അല്ല, അതെവിടെ വെച്ചാ സംഭവിച്ചത്? പോസ്റ്റ്മോർട്ടത്തിന് സൂക്ഷിച്ചിരുന്ന ഈ മറ്റേ അതെ ആദ്യം പോലെ ദുരൂഹത കൃത്യമായിട്ടും മിഷേൽ ഷാജിയെ കൊല ചെയ്ത പ്രതികളെ അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെ കൃത്യമായിട്ടുള്ള ഡ്രാമയിലൂടെ അല്ലെങ്കിൽ ആസൂത്രിത പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. 2017 മാർച്ച് 5 ഞായറാഴ്ച അന്നാണ് മിഷേൽ ഷാജിയുടെ മരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 2024 നമ്മൾ നിൽക്കുന്ന ദിവസം അപ്പോൾ ഇനിയിപ്പം നിങ്ങളുടെ മുന്നിൽ എന്താ വഴി? ഇനി കോടതി കിടക്കണം, ഹൈക്കോടതി പരിഗണന കിടക്കുകയാണ് അല്ലേ? ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് താമസിപ്പിക്കുന്നു. ഞങ്ങളുടെ ഇപ്പൊ അഭിഭാഷകൻ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു സാറാണ്. അദ്ദേഹത്തോട് പറഞ്ഞില്ലേ നമുക്ക് പ്രഷർ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ കേസ് സാറ് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് CBI അന്വേഷണം എടുക്കാം എന്നുള്ള ഉറപ്പാണ് നമുക്ക് തന്നേക്കുന്നത്. ശരിക്കും ഈ കുട്ടിയെ അദ്ദേഹം പറഞ്ഞതുപോലെ ആരെങ്കിലും പീഡിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ അക്രമം കാണിച്ചു എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടല്ലേ? മോളെ വളരെ ഇതിലൊരു സ്ത്രീയുടെ സാന്നിധ്യം നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംശയം വരാൻ കാരണം? അത് അന്ന് മുതലേ ഞങ്ങൾ പറയുന്നുണ്ട്. ഈ മോളുമായിട്ട് ഫ്രണ്ടായിരുന്നു. ഈ പുള്ളിക്കാരത്തി സ്ത്രീ പറഞ്ഞതിന് പ്രകാരമാണ് മോൾ ആ ഹോസ്റ്റലിൽ പോകുന്നത്. അതിനോട് വിളിച്ചു ചോദിച്ച എല്ലാ കാര്യങ്ങളും ചോദിച്ചു. സ്ത്രീയാണത്? അവരുടെ സ്വദേശം പത്തനംതിട്ട. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ അവര്? മരണത്തിന് വന്നായിരുന്നു. ഇവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഇവരിൽ സംശയം തോന്നാൻ കാര്യം അവര് മോളുമായിട്ട് നല്ല സൗഹൃദത്തിലും നല്ല സ്നേഹത്തിലും ഇരിക്കുന്നതാണല്ലോ. അപ്പൊ മോളുടെ മരണത്തിന് ശേഷം ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ ഇവള് വളരെ സന്തോഷവതിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അത്രയും അടുത്ത് ഇടപെടുന്ന ഒരു മോളുടെ വിയോഗം. അതെ ഇവരുടെ കോളേജിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ അത് തന്നെയല്ല, ഈ മോള് സൺഡേ മോള് കാണാതാകുന്നു. സാറ്റർഡേ ഈ പുള്ളിക്കാരത്തി ഹോസ്റ്റലിൽ നിന്ന് പോകുന്നു, ലീവിലാണ്, അവിടെ ഇല്ല, നാട്ടിൽ പോകുന്ന മാതിരി. അത് കഴിഞ്ഞ് മോളുടെ ശവസംസ്കാരം 7-ാം തീയതി നടക്കുന്നു. 8-ാം തീയതി ചെന്ന് പുള്ളിക്കാരത്തി ആ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു പോകുന്നു. അപ്പം ഞങ്ങൾക്ക് സംശയത്തിൻ്റെ പുറത്ത് അന്ന് പോലീസുകാരോട് മുതൽ നമ്മൾ പറയുന്നുണ്ട്. ആ 5-ാം തീയതി വൈകുന്നേരം ഈ 6:15 സമയത്ത് ആ പുള്ളിക്കാരത്തിയുടെ ഫോൺ നമ്പർ ലൊക്കേഷൻ ഒന്ന് നോക്കണം. അപ്പോഴാണല്ലോ അവിടെ ആ ഒരു സാന്നിധ്യം ഉണ്ടോ എന്നാണ്. കാരണം എന്ന് വെച്ചാൽ മോള് തനിയെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കത്തില്ല. ക്യാരറ്റിൻ്റെയും മുളകിൻ്റെയും കരിവേപ്പിലയും ഒക്കെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം മരിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും ഈ ഫുഡ് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആകും. ഇത് ഡൈജസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റലിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസമായിട്ട് അവിടെ ആ ഹോസ്റ്റലിൽ അങ്ങനത്തെ ഒരു ഫുഡില്ല. സൺഡേ പ്രത്യേകിച്ച് ക്യാരറ്റിൻ്റെ യാതൊരു അംശങ്ങളും ഉണ്ടായിരുന്നില്ല. വേറൊരാൾ കൂടെ ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കാറുള്ളൂ, അങ്ങനെ തന്നെ പോയി കഴിക്കില്ല. അപ്പം ആരോ ഒരു ഫ്രണ്ട്, അതിപ്പോൾ ആണുങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പോകത്തില്ല, പെൺകുട്ടികൾ ആരെങ്കിലും വിളിച്ചെന്നാൽ പോകും. അപ്പം ഞങ്ങളുടെ സംശയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോളുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയെ നമുക്ക് ഈ പള്ളിയുടെ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല. അപ്പം എന്തായാലും അതിനുള്ളിൽ ആ കോമ്പൗണ്ട് കഴിഞ്ഞ ഉടനെ ഈ മോളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ തൊട്ടടുത്ത് വേറൊരു ബേക്കറി ഉണ്ട്, അവിടെ CCTV ക്യാമറ ഉണ്ട്, അവിടെ നിന്നൊന്നും ഒരു ദൃശ്യവും കിട്ടുന്നില്ല. മോള് നടന്നു പോകുന്ന അവിടെ തന്നെ ഇതുണ്ട്, അവിടെ ഒന്നുമില്ല. അപ്പം എന്തായാലും ആ വഴി പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പായല്ലോ. അപ്പോൾ ഒന്നുകിൽ ഈ സ്ത്രീ കൂടെ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു കാറിൽ വന്നിട്ട് ബലമായിട്ട് അവിടെ നിന്ന് പിടിക്കാൻ പറ്റത്തില്ല, കാരണം തിരക്കുള്ളൊരു സ്ഥലം, അവിടെ നിന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ മിഷേലെ നീ എവിടെ പോകുന്ന, ഹോസ്റ്റലിലോട്ടാണോ, ഞാൻ അങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോകാം. കാറിൽ കയറ്റി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സമോസയോ കാറ് പോകുന്നതായിട്ട് ബേക്കറിയിലെ ഇതിലുണ്ടോ? ഒരുപാട് കാറുകൾ പോകില്ല, നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും മോൾ അവിടെ നിന്ന് പള്ളിയുടെ റിസപ്ഷനിസ്റ്റ് കാർ ഡ്രൈവ് ചെയ്യുന്ന ആളാണോ? 2 വീലർ ഓടിക്കും, കാർ ഓടിക്കും. കാറില്ല, 2 വീലറിനാണ് പോകുന്നത്.
അപ്പോൾ എന്തെങ്കിലും സമോസയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതെന്തെങ്കിലും ഈ പള്ളിയിൽ നിന്ന് ഈ മിഷേലിനെ ഫോളോ ചെയ്യുന്ന രണ്ടുപേരുടെ ദൃശ്യം കിട്ടിയിരുന്നു. ഉവ്വ. അത് ഞങ്ങള് പള്ളിയിൽ ചെന്ന് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഫോളോ ചെയ്യുന്ന രണ്ടുപേരുടെ ദൃശ്യം കിട്ടിയത്. അപ്പൊ ആദ്യം നിങ്ങൾ പോലീസുകാരെ കാണിച്ചില്ലയോ? അല്ല, ഏറ്റവും ആദ്യം ആ കാര്യം ഏറ്റവും ആദ്യം മുതൽ ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അവരെന്താ പറഞ്ഞേ? അപ്പൊ അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുവെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇപ്പോഴും അതിനെ കുറിച്ചൊരു സംഭവമില്ല. ഈ രണ്ടുപേരാരാണെന്നുള്ളത് രണ്ടുപേരുടെ കൃത്യമായ വീഡിയോ ഉണ്ട്. അവരുടെ ബൈക്ക് ഏത് കമ്പനിയുടെ ആണെന്ന് വരെ അറിയാം. അവർ രണ്ടുപേരും ഹെൽമെറ്റും ധരിച്ചിട്ടില്ല. അവര് നിങ്ങളുടെ ലെവലിൽ അത് അന്വേഷിക്കാൻ പറ്റുമോ? ഇതാരാണ് ഈ ഞങ്ങൾ എങ്ങനെയാ അത് അന്വേഷിക്കും? സ്വകാര്യ ഇത് ടൂ വീലറൊക്കെ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട് സാർ. പക്ഷെ അത് അവര് പുറത്തു വിടുന്നു. പോലീസിന് അറിയാം, കൃത്യമായിട്ട് അറിയാം. കാരണം ഇന്നിപ്പോ നമ്മള് ഒരാളുടെ കൃത്യമായ ദൃശ്യം കിട്ടിയില്ലെങ്കിൽ പോലും ആ ഛായാചിത്രം വരച്ച് തന്നെ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഈ മോള് പള്ളിയിൽ നിന്ന് ഇറങ്ങണ ആ കൃത്യസമയത്താണ് ഇവർ അവിടെ വരുന്നത്. അപ്പൊ അത് കൃത്യസമയത്ത് വരികയും കൊച്ചു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സമയം തന്നെ ബൈക്ക് അവിടെ കൊണ്ടു നിർത്തുകയും കൊച്ച് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ അകത്തേക്ക് കയറിയും ഇവർ രണ്ടുപേരും മൊബൈൽ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം ടി വി കാണാം. ഞങ്ങൾ അതിന്റെ എല്ലാം വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കോടതിയിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് സംശയത്തിന്റെ പുകമറ മാറണമല്ലോ, അല്ലേ? ഓക്കെ, നമ്മൾ നടക്കട്ടെ. അപ്പൊ നമ്മൾ കുട്ടേട്ടനെ പരിചയപ്പെട്ടോ. ഇത് കുട്ടേട്ടനാണ്. നമസ്കാരം ഷാജി ആൻഡ് ശൈലമ്മ. നമസ്കാരം കുട്ടേട്ടാ. നിങ്ങൾ രണ്ടുപേരും നന്നായി മത്സരിക്കൂ. എല്ലാ സഹായത്തിനും കുട്ടേട്ടൻ കൂടെയുണ്ടാകും. നിങ്ങളെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഈ മത്സരത്തിന്റെ ഫലമായിട്ട് വല്ല കാശും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്തെങ്കിലും മോളുടെ പേരിൽ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം, അവളുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി. ഞങ്ങൾക്ക് കേസ് നടത്താൻ വേണ്ടി മാത്രമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? സാമ്പത്തികം വെച്ചാൽ ഞങ്ങള് ആദ്യം ഞങ്ങൾക്ക് കടയായിരുന്നു ഈ സമയത്തെ. ആ കട മോളുടെ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് നടത്തി കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 6-7 വർഷമായിട്ട് വരുമാനം കുറവായിരുന്നു. ഓക്കെ. അപ്പൊ മാത്രമേ കേസ് നടത്താനൊക്കെ നല്ല ചെലവും ചെലവ് വരും. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഈ 2 രീതിയിലാണ് ഇത് മത്സരിക്കാൻ പറ്റുന്നത്. 10 ചോദ്യങ്ങൾ വഴി 1 കോടി പോവാം, 20 ചോദ്യങ്ങൾ വഴിയും 1 കോടി പോവാം. എങ്ങനെയായിരിക്കും മത്സരിക്കുക? 20 ചോദ്യങ്ങൾ വഴി പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? നമ്മൾ ഈ കേസിന് എല്ലാ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നമ്മൾ കുറെ സമയം പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതിന്റെ സ്പീഡിൽ പോവാം. അപ്പോ മോണിറ്റർ. ഓക്കെ, ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇനി പറയുന്നവയിൽ ഏത് ഉത്സവത്തിന് ശേഷമുള്ള ശുചീകരണങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് കൃത്രിമ മഴ പെയ്യിച്ചത്? ഓപ്ഷൻ എ ആറ്റുകാൽ പൊങ്കാല, ഓപ്ഷൻ ബി പൈങ്കുനി ഉത്സവം, ഓപ്ഷൻ സി നിശാഗന്ധി നൃത്തോത്സവം, ഓപ്ഷൻ ഡി വെട്ടുകാട് നേർച്ച. ഓപ്ഷൻ എ ആറ്റുകാൽ പൊങ്കാല. പൂട്ടോ ഞാനത് ആറ്റുകാൽ പൊങ്കാല പൂട്ടോ. ഇതിനെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ഓക്കെ, ലോക്ക് ചെയ്തു. ഉത്തരം ശരിയാണ്. 10,000 രൂപ. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. 20,000 രൂപയുടെ ചോദ്യമാണ്. ഏത് കായിക ഇനത്തിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് പഞ്ച്? ഓപ്ഷൻ എ ഫുട്ബോൾ, ഓപ്ഷൻ ബി ക്രിക്കറ്റ്, ഓപ്ഷൻ സി ചെസ്, ഓപ്ഷൻ ഡി ബോക്സിംഗ്. ഓപ്ഷൻ ഡി ഉറപ്പിച്ചു പറഞ്ഞാൽ ഓപ്ഷൻ ഡി ബോക്സിംഗ്. പൂട്ടോ. ഉത്തരം ശരിയാണ്. അപ്പൊ 20,000 രൂപയായി. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. 30,000 രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. തെനാലി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ഏത് വ്യക്തിക്കാണ് അതിന്റെ സംവിധായകൻ ഉലക നായകൻ എന്ന വിളിപ്പേര് ആദ്യമായി നൽകിയത്? ഓപ്ഷൻ എ രജനികാന്ത്, ഓപ്ഷൻ ബി വിജയ്, ഓപ്ഷൻ സി മോഹൻലാൽ, ഓപ്ഷൻ ഡി കമൽഹാസൻ. ഓപ്ഷൻ ഡി കമൽഹാസൻ. ഓപ്ഷൻ ഡി കമൽഹാസൻ. അത് പൂട്ടാമോ? ഉറപ്പാണല്ലോ? മാറ്റില്ലല്ലോ? ഓക്കെ, ഓപ്ഷൻ ഡി കമൽഹാസൻ ഞാൻ ലോക്ക് ചെയ്തു. ഉത്തരം ശരിയാണ്. അപ്പൊ ഇതിലെ ഈ കേസിന്റെ അന്വേഷണത്തിനിടയിലെ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. അത് ഈ കേസ് എവിടെയും ഒതുക്കി തീർക്കാൻ വേണ്ടി ഒരാളിൽ കുറ്റം ആരോപിക്കണല്ലോ. അതിനുവേണ്ടി പോലീസ്. ആരായിരുന്നു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആള്? അത് ക്രോൺ എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു. അല്ലെ മോളുമായിട്ട് എന്തെങ്കിലും പ്രണയമോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ലായിരുന്നു. ആ മോളെ അവൻ എങ്ങനെ പറഞ്ഞു? അവൻ ഇവളെ ഇത് ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്തോണ്ട് ശല്യപ്പെടുത്താറുണ്ട്. അവനെ എവിടെ വെച്ചാ പരിചയം കിട്ടിയത്? അവന് ഞങ്ങളുടെ അവളുടെ മോളുടെ ഗ്രാൻഡ് ഫാദറിന്റെ റിലേഷനിലുള്ളൊരു മോളെ അവന്റെ പപ്പയുടെ
അനിയൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഓ, അങ്ങനെ അറിയാമല്ലോ. അപ്പൊ ഈ എവിടെയായുള്ള സ്ഥലം? പാലച്ചോടാണ് പിറവ്. ഓക്കെ. അപ്പൊ അയാളെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടോ? അയാളെ അറസ്റ്റ് ചെയ്ത് ആദ്യം 30 ദിവസം അങ്ങോട്ട് ജയിലിലിട്ടായിരുന്നു. അതിനുശേഷം ജാമ്യത്തിൽ വിട്ടു. ഇപ്പൊ അയാൾ ആ കേസിലില്ല. അയാൾ ആ കേസിലുണ്ട്. ആ പോലീസിന്റെ കണ്ടെത്തലെന്ന് പറഞ്ഞാൽ ഇവന്റെ മെസ്സേജ് മോളിലേക്ക് ചെന്ന് മോളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി മോൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാണ് പോലീസ് കൊണ്ടുവന്നേക്കണേ. പക്ഷെ കഥ അങ്ങനെയൊന്നുമല്ല. ഇയാളെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അറിയായിരുന്നു മോളുമായിട്ട് ഇങ്ങനെ സൗഹൃദമുണ്ട്, പരിചയമുണ്ടെന്ന്? ഇല്ല, അറിയില്ല. കസിൻസ് എല്ലാം ഉണ്ട്, കുറെ പേര്. നിങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ ഈ മെസ്സേജുകളുണ്ടോ? മോൾ അയച്ച മെസ്സേജോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മോളുടെ ഫോണിലുണ്ട്. ഫോൺ കിട്ടിയിട്ടില്ല. മെസ്സേജ് അയച്ചതായിട്ട് പോലീസ് പറയുന്നു. പക്ഷെ ആ മെസ്സേജ് എന്താണെന്ന് ഫോൺ കിട്ടിയില്ലെങ്കിലും ആ മെസ്സേജ് എടുക്കാൻ പറ്റുമല്ലോ. മെസ്സേജ് എടുക്കാൻ പറ്റും, അത് ഇവര് പറയുന്നില്ല. അപ്പൊ മെസ്സേജ് എടുത്തായിട്ട് അറിയാമോ? അവര് മെസ്സേജ് അയച്ചേക്കണത് അപ്പൊ ഒരാളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു മെസ്സേജ് ആണെങ്കിൽ എന്താണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ. അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. കുറെ അന്വേഷണം പാതി വഴിയിലാണ് അല്ലേ? ഈ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഹൈക്കോടതി തന്നെ ചില വിധികളിൽ വന്നിട്ടുണ്ട്. ഇപ്പം അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ സംശയങ്ങളെല്ലാം മാറ്റി കൊടുക്കണം എന്നുള്ള രീതിയിൽ കോടതി വിധികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കേസിൽ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല അല്ലേ? കേസ് അത് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് കോടതി ഞങ്ങളോട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഇതുവരെയുള്ള അന്വേഷണം ഈ അപ്പനമ്മയും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ ഞങ്ങളെ ഒരു കാര്യവും ഇതുവരെ അവർക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ മുമ്പിലുള്ള വഴി എന്താണ്? ഞങ്ങളുടെ മുമ്പിൽ ഇത് കേരള പോലീസ് ഈ കേസിനെ അട്ടിമറിച്ച് ഒതുക്കി വെച്ചേക്കുവാണ്. അപ്പൊ കേരള പോലീസിൽ നിന്ന് ഇനിയൊരു വിധി ഉണ്ടാകും, അതിനൊരു അന്വേഷണം നല്ല രീതിയിൽ വരും. മിഷേലിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കും വരെ നിങ്ങൾ പൊരുതും. തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകും. നിയമപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ തന്നെയല്ല, ഞങ്ങളുടെ ഒപ്പം കുറെ ആളുകൾ അവിടെ ഒരു സമിതിയൊക്കെ ഉണ്ടായില്ലേ? ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. നിങ്ങൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മിഷേൽ എങ്ങനെ മരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അമ്മയച്ഛൻ എന്നുള്ളതിൽ അറിയാൻ നിങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടല്ലോ. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അവകാശമാണ്. നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. നമ്മളൊക്കെ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് സപ്പോർട്ട് ചെയ്യാം. ഇതിനകത്ത് ഈ CA അനന്ത്ലാൽ സാറ് ഉണ്ട്, അതുപോലെ അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ, അവരെല്ലാം ഇതിനകത്ത് നല്ലപോലെ പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അനന്തലാൽ സാറിനെയൊക്കെ നിർദ്ദേശിച്ചത് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കണം. അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ ഈ ബോഡി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പിറ്റേ ദിവസം തരുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ആ പോസ്റ്റ്മോർട്ടം പിറ്റേ ദിവസം 10:30 മണിക്ക് ഇവിടുന്ന് മാറ്റാനുള്ള കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിലെ സർജൻ ഒരു കാര്യത്തിനും ഒരു പോസ്റ്റ്മോർട്ടം എങ്ങനെയാണോ കൃത്യമായിട്ട് ചെയ്യണത് അതുപോലെയാണ് ചെയ്യുമായിരുന്നുള്ളൂ. അന്ന് ആ സർജനായിരുന്നു അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നെങ്കിൽ മോളുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നും ഈ ദേഹത്തുള്ള പാടുകൾ എങ്ങനെ ഉണ്ടായതാണെന്നും കൃത്യമായിട്ട് വന്നേനെ. അവിടെ അത് മനസ്സിലാക്കാൻ കാരണം അവിടുത്തെ മറ്റുള്ള പല ഡോക്ടേഴ്സും അവിടുത്തെ പല ജോലിക്കാരുമായിട്ട് ഞങ്ങൾ കൂടിക്കാണാൻ ഇടവന്നപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഈ കാര്യം ഇവിടെ ചെയ്യാണ്ടിരുന്നത് ഇവിടുത്തെ അന്നത്തെ സർജൻ ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കില്ലായിരുന്നു. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചില്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അവര് അന്വേഷിച്ചാൽ കണ്ടെത്തുന്ന അല്ലല്ലോ. കാരണം ഇത് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് CI സാറ് എവിടെ കൊണ്ട് ഈ കേസ് അവസാനിപ്പിച്ചോ അവിടെ തന്നെയാണ് ക്രൈംബ്രാഞ്ചും വെച്ചേക്കണത്. അത് ഈ കുറ്റവാളികളെ കണ്ടെത്തിയിട്ടുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് അതിനെ അന്വേഷിച്ച ഒരു SI തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ജസ്റ്റ് ഈ അറസ്റ്റ് ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ 2 പേരെ സ്ഥലം മാറ്റി. കാര്യം ആ സാറിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ആ സാറും ആ സംഘവും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അവർ കണ്ടുപിടിച്ചപ്പോൾ ഗവൺമെന്റിന് അവരെ മാറ്റേണ്ടി വന്നു. പിന്നെ ഈ ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് 4 പേര് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങൾ അറിയത്തൊന്നുമില്ല, അവർ സർജന്മാരാണ്. അവർ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്ന രീതിയിൽ, അതായത് ഈ ബോഡി അന്ന് മോർച്ചറിയിൽ ഫ്രീസറിനുള്ളിൽ വെക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് അന്വേഷിക്കണം. ഇത് ഫ്രീസറിൽ വെച്ചിട്ടില്ല, അവരുടെ കണ്ടുപിടുത്തമാണ്. അതുപോലെ ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം അങ്ങോട്ട് മാറ്റിയത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ പുറകോട്ട് പോകരുത്,
അതുപോലെ ഉമാദത്തൻ ഡോക്ടറിൻ്റെ നമ്പർ തന്ന് കോണ്ടാക്ട് ചെയ്ത് ഇതിൻ്റെ സത്യസന്ധമായ ഇത് ഡോക്ടർ പറയും. നിങ്ങൾക്ക് അവിടെ മാത്രം ആശ്രയിച്ചാൽ മതി എന്നും പറഞ്ഞ് അവരാണ് ഞങ്ങൾക്ക് ഉമാദത്തൻ ഡോക്ടറിൻ്റെ നമ്പരും തന്ന് ഞങ്ങളെ ഉമാദത്തൻ ഡോക്ടറെ കാണാൻ വിടുന്നത്. അപ്പോൾ ആ ഡോക്ടർമാരെ ഞങ്ങൾ അറിയത്തുമില്ല, യാതൊരു ഇല്ലാത്ത ആൾക്കാർ വന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കള്ളത്തരം നടന്നെന്ന് ഉറപ്പായതുകൊണ്ടല്ലേ, അവർക്ക് ഇച്ചിരി മനസാക്ഷി ഉള്ളത് കൊണ്ട് വന്ന് പറയുന്നു. അവര് 3 വട്ടം ഞങ്ങളുടെ വീട്ടിൽ വന്നു. പിന്നെ അതുപോലെ തന്നെ സാറേ ഈ ബോഡി 24 മണിക്കൂർ വെള്ളത്തിൽ കടന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കായലിൻ്റെ അകത്ത് ഒരു അരിപ്പൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ബോഡിയുടെ ചൂട് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഈ അരിപ്പൻ കയറി കണ്ണാദ്യം തിന്നും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ മൂക്കിക്കൂടിയും വായക്കൂടിയും ചെവിക്കൂടിയും എല്ലാം ഈ സാധനം കയറിയിട്ട് ആന്തരിക അവയവങ്ങളെല്ലാം കാർന്നിന്നു. അങ്ങനെയാണ് ഡീക്കേ ആവണത്, ശരീരം വീർത്തു. ഇതൊരു തരി പോലും അങ്ങനെയുള്ള ആന്തരിക അവയവങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. ഇത്രയും മണിക്കൂർ നേരം ഈ വെള്ളത്തിൽ കടന്നു എന്ന് അവരവകാശപ്പെടുന്ന ഈ ബോഡിയിൽ യാതൊരു ചേഞ്ചുകളും വന്നിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും എന്താന്ന് ചോദിച്ചെന്നാൽ അവർക്കൊന്നും ഇല്ല, മറുപടിയില്ല. എന്തായാലും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ നിങ്ങൾ, കാരണം കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്തൊരു അന്വേഷണം CBIക്ക് കൈമാറുന്നതായിരിക്കും ഉചിതം. സുരേഷ് ഗോപി വന്നിരുന്നു അല്ലേ? സുരേഷ് ഗോപി എന്താ പറഞ്ഞേ? അന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു 3/4 മണിക്കൂർ ഒന്ന് സംസാരിച്ചിരുന്നു. ഇനി ഇതിന്റെ എന്തെങ്കിലും തെളിവും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് നമ്പറൊക്കെ തന്നിട്ടാണ് പോയത്. ബോസ് പറയൂ കുട്ടേട്ടാ. ഷാജി ആൻഡ് ശൈലമ്മ, കുട്ടേട്ടൻ മിഷേലിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് അതിഗംഭീരമായി ഭക്ഷണം പാകം ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അസാധ്യമായ ഒരു കഴിവുണ്ടായിരുന്നു മിഷേലിന് എന്ന് മനസ്സിലാക്കുന്നു. ചേമ്പ് വെച്ച് ഒരു ബോണ്ട, അത് മിഷേലിന്റെ സ്പെഷ്യൽ ആയിരുന്നു എന്നും കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ട്, ചേമ്പ് വെച്ച് ബോണ്ട അല്ലേ? ബോണ്ട. ഓക്കെ, അത് ഞാൻ തിന്നിട്ടില്ല, അറിയില്ല. തന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് ഓരോന്ന് ചെയ്യും. അതൊരു വലിയൊരു ക്രേസിങ് അതിൻ്റെ അകത്ത്. പല വെറൈറ്റി ലഡുകള്, മധുരമുള്ളതിനോടാ കൂടുതൽ അപ്പൊ ഇതേവരെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ചേമ്പ് വെച്ച്. കറക്റ്റാ, ഞാനും കേട്ടിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. 4ാമത്തെ ചോദ്യം 40,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. അഭിലാഷ് പിള്ള സംവിധാനം ചെയ്ത കടാവർ എന്ന തമിഴ് പോലീസ് പ്രൊസീജിയറൽ ത്രില്ലർ സിനിമ ആരുടെ യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങൾ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ജോർജ് ജോസഫ്, ഓപ്ഷൻ ബി എസ് ശ്രീജിത്ത്, ഓപ്ഷൻ സി ഡോക്ടർ ഷെർലി വാസു, ഓപ്ഷൻ ഡി ഡോക്ടർ ബി ഉമാദത്ത്. കടാവർ ഡോക്ടർ ബി ഉമാദത്തിനാണ്. അപ്പൊ അതാണോ ഉറപ്പിച്ച്? ഞാൻ ബ്ലോക്ക് ചെയ്യട്ടോ? നിങ്ങൾക്ക് ഏറ്റവും പരിചയപ്പെട്ടതിൽ വലിയ ബഹുമാനം തോന്നിയ ഒരു ഡോക്ടറല്ലേ അത്? അതുകൊണ്ടാണോ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത്? ബ്ലോക്ക് ചെയ്യാം അല്ലേ? ഓക്കെ, ഞാൻ പൂട്ടി. 4ാമത്തെ ചോദ്യമാണ്, 40,000 രൂപയുടെ ചോദ്യമാണ്. കടാവർ എന്ന തമിഴ് പോലീസ് പ്രൊസീജിയർ ത്രില്ലർ സിനിമയാണത്. ഉത്തരം ശരിയാണ്. ഒരു പോലീസ് സർജന്റെ ഡയറി കുറിപ്പുകൾ എന്നൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായുണ്ട്. ആ പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് ഈ കടാവർ എന്നുള്ള സിനിമ വന്നത്. അപ്പോൾ 40,000 രൂപയായി. അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. അത് ലെവൽ 2-ലാണ് നടക്കുക. അപ്പൊ നിങ്ങളൊന്ന് പിടിച്ചോളൂ കുട്ടേട്ടാ. ലെവൽ 2. നമ്മളിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവരിൽ ഏത് IPL ടീം ക്യാപ്റ്റനാണ് ചെന്നൈ ആസ്ഥാനമായ ഇന്ത്യ സിമന്റ്സിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ശിഖർ ധവാൻ, ഓപ്ഷൻ ബി MS ധോണി, ഓപ്ഷൻ സി ഋഷഭ് പന്ത്, ഓപ്ഷൻ ഡി ശ്രേയസ് അയ്യർ. ഓപ്ഷൻ ബി MS ധോണി. കൂട്ടാമോ? എനിക്ക് കൂട്ടി. ശരിയായിരിക്കുമോ? ശരിയാണ്. ഉറപ്പാണോ? എങ്ങനെ ശരിയാണെന്ന് മനസ്സിലായി? വായിച്ച മാതിരി തോന്നുന്നു. ഓപ്ഷൻ ബി MS ധോണി എന്ന താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 1,00,000 രൂപയായി. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു MS ധോണി. അതിന്റെ ഉടമസ്ഥരാണ് ഇന്ത്യ സിമന്റ്സ്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ഇങ്ങനെ വെച്ചടി നമ്മൾ കയറുകയാണ്. നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ ഏത് രാജ്യത്ത് വൈദ്യ പഠനം നടത്തിയിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് 2023 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മറ്റ് രാജ്യങ്ങളിൽ പഠിക്കാനുള്ള അനുമതി നൽകിയത്? ഓപ്ഷൻ എ ഈജിപ്ത്, ഓപ്ഷൻ ബി യുക്രൈൻ, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഓപ്ഷൻ ബി യുക്രൈൻ. കൂട്ടാമോ? എനിക്ക് എല്ലാം അറിയാമല്ലോ. ഇപ്പൊ വളരെ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് ഈ ചോദ്യം കുറച്ച് എളുപ്പമായി തോന്നിക്കാണു അല്ലേ? ഓക്കെ, അവിടെ യുദ്ധം വന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഉത്തരം ശരിയാണ്.
കൺഗ്രാജുലേഷൻസ്, 60,000 രൂപയുടെ കടമ്പ കടന്നു. ഇനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 70,000 ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ഓക്കെ, അവ പ്ലേ. ചോദ്യം ഇതാണ്, 70,000 രൂപയുടെ ചോദ്യമാണ്. 2023 ഓസ്കർ അവാർഡ് നേടിയ ഏത് സംഗീത സംവിധായകനാണ് ഈ മലയാള ഗാനം ആലപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആർ റഹ്മാൻ, ഓപ്ഷൻ ബി MM കീരവാണി, ഓപ്ഷൻ സി വിദ്യാസാഗർ, ഓപ്ഷൻ ഡി ഇളയരാജ. MM കീരവാണി. ഞാൻ പൂട്ടാട്ടോ, ആത്മവിശ്വാസം നമുക്ക് പൂട്ടാം. കീരവാണി പൂട്ടാം. ഓപ്ഷൻ ബി MM കീരവാണി. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റുവോ? നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 70,000 രൂപ കടന്നു കഴിഞ്ഞു. ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് മിഷേൽ നടന്നു പോയത് കണ്ടു എന്ന് പറഞ്ഞൊരു സാക്ഷി വന്നിരുന്നു. അയാൾ ആരായിരുന്നു? അയാള് സെൻട്രൽ സ്റ്റേഷനിലെ സ്ഥിരം കുറ്റവാളികളിൽ ഒരാളെ അവരത് തന്നെ ആക്കി വെച്ചതാണ്. ആണോ? അതെ. അല്ല, അയാളെ നിങ്ങൾ കണ്ടിരുന്നു? ഞങ്ങൾ നേരിട്ട് കണ്ടിരുന്നു. ഞങ്ങൾ എല്ലാരും കൂടെ പോയി അയാളുടെ വീട്ടില് പോയി അയാളെ കണ്ടിരുന്നു. അയാൾ എന്താ പറഞ്ഞപ്പോ? അയാള് പറഞ്ഞു, ഞാൻ അത് മിഷേലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഒരു ട്രെൻഡി ഡ്രസ് ഇട്ട് നല്ല ലെങ്ത് ആയിട്ടുള്ളൊരു ടോപ്പ് ഇട്ട് ഒരു നല്ല സ്ലിം ആയിട്ടുള്ളൊരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട്, അതായത് ഇവര് കാണിച്ച ദൃശ്യത്തിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നു, വൈപ്പിന്ന് ഇങ്ങോട്ട് വരുന്നു. മോള് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഇത് ഗോശ്രീ പാലത്തിന്റെ അങ്ങോട്ട് പോകുന്നു. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവര് തമ്മിൽ പറയുന്നത്. അവൻ നടന്നു വരുന്നു എന്ന് പറയുന്നതും പോലീസ് എടുത്ത് പറയുന്നത് ഇവിടുന്ന് വരുന്നു, അങ്ങനെ ഓപ്പോസിറ്റ്. പിന്നെ അവന് ഫോൺ വന്നു എന്ന് പറയുന്ന സമയം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട ആ മോളുടെ ദൃശ്യവും ഇവന്റെ ഫോണിന്റെ സമയവും തമ്മിലും വ്യത്യാസം വരുന്നു. അപ്പോൾ അങ്ങനെയായിട്ട് ഇവനെ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടണ്ട, അത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടു. അതുപോലെ അവനെ ഫോട്ടോ കാണിച്ചു പറഞ്ഞു, ഈ പെൺകുട്ടിയല്ല ഞാൻ കണ്ടത്, ആ പെൺകുട്ടിയുടെ ഡ്രസ്സിന്റെ ഇത് വേറെ, ഷോളില്ല, ബാഗ് ഒന്നും കയ്യിലില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ് പറഞ്ഞത്. അപ്പൊ തികച്ചും അത് തെറ്റാണെന്നും പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഈ ക്രൈംബ്രാഞ്ചുകാർ തന്നെ 3 പ്രാവശ്യം അവൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു നീ എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടെന്ന് പറയ്, ഞങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാനാന്നും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാ, എനിക്ക് വേണമെങ്കിൽ അങ്ങനെ അങ്ങ് പറയായിരുന്നു, പക്ഷെ ഞാൻ കാണാത്തത് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താ സംശയമുള്ളത്? ഇത്രയും കാലം നിങ്ങൾ ഈ കേസിന്റെ പിന്നാലെ തന്നെ കൂടിയതാണ്, ഒരുപാട് ആൾക്കാരെ കണ്ടു, ഈ അന്വേഷണത്തിന്റെ പല ദിശാമാറ്റങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഡോക്ടർ ഉമാദത്തിനെ പോലുള്ള എക്സ്പെർട്ടുകളെ കണ്ടു. നിങ്ങളുടെ മനസ്സിലിപ്പോ എന്താ സംശയം? ഈ ക്രൈംബ്രാഞ്ചിൽ തന്നെ സത്യസന്ധരായ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് ഞങ്ങൾക്ക് ഈ ഫോട്ടോസും ഇതിന്റെ സംഭവങ്ങളും എല്ലാം തെളിവ് ഞങ്ങൾക്ക് തന്നത്. ഈ ഫോട്ടോസ് മുഴുവൻ അവര് തന്നതാ, ഈ കയ്യിലെ പാടുകൾ ഇതെല്ലാം അവര് തന്നതാ. എന്നിട്ട് പറഞ്ഞ ഈ സാധനം ഇവിടെ വെച്ചിരുന്നാല് പിന്നീട് അന്വേഷിച്ചു കഴിഞ്ഞാല് ഒന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ, ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഫോട്ടോസ് എല്ലാം ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. അത് ശരി. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഉമാദത്തൻ ഡോക്ടറെ കാണാനുള്ള അവസരവും കിട്ടിയത്. നിങ്ങൾക്ക് തോന്നിയത് എന്താ പ്രധാനമായിട്ടും ഈ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട്? മോളെ ഇവര് സ്വാഭാവിക മരണമല്ല, കൊലപാതകം തന്നെയാണ്. കൊല ചെയ്തതിന് ശേഷം കൊല ചെയ്തതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് എന്താ സംശയം? മോളെ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്താനോ അല്ല എന്തെങ്കിലും രീതിയിലായിരിക്കും കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോള് ആ ഭീഷണിക്കൊന്നും വഴങ്ങിയില്ല, എല്ലാത്തിനും ചെറുത്ത് നിന്നു. അപ്പോൾ മോള് അങ്ങനെ ഭീഷണിപ്പെടുത്തുകയും മോളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഒരു നിലവിളി എനിക്കിപ്പോഴും കേൾക്കാം. പപ്പയെ മമ്മി എന്നും പറഞ്ഞ് ആ രാത്രിയിൽ വിളിച്ച് കരഞ്ഞു. ഞങ്ങള് ഈ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് തന്നെ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഈ മോളെ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി ബോട്ടിൽ കൊണ്ടുപോയിരിക്കാം, അപ്പം നിങ്ങൾ ബോട്ട് ആസ്പദമാക്കി ഒരു അന്വേഷണം വേണം എന്ന് പറഞ്ഞ് രാത്രിക്ക് ഒരു 10 കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് ഈ വിവരം പറയണേ. അന്ന് അവർ ആ ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ മലയാള മനോരമയിൽ ഇന്നേ വരെ മിഷേലിന്റെ വാർത്ത അത്രയും വലിയ ഹെഡിങ്ങോടുകൂടി വന്നിട്ടില്ല. ഈ ബോട്ട് ആസ്പദമാക്കി അന്വേഷിക്കാൻ മിഷേലിന്റെ പേരൻസ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് മലയാള മനോരമയിൽ വലിയ അക്ഷരത്തിൽ ന്യൂസ് വന്നിരിക്കുന്നു. ഇത്രയും രഹസ്യമായി ഈ ഓഫീസേഴ്സിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞ സംഭവം കള്ളനെ അന്വേഷിക്കാൻ ഇതുപോലെ പേപ്പർ ന്യൂസ് കൊടുത്തിട്ടാണോ സാറേ കള്ളനെ പിടിക്കാൻ പോകുന്നത്?
ഞങ്ങളിതേ വരുന്നു, നിങ്ങൾ മാറിക്കോ എന്നുള്ള രീതിയിൽ. ഇതുപോലെയാണ് ഇവരുടെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ ഇതുപോലെയാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം സാറേ? ഞങ്ങളുടെ മോളെ ഇവരെല്ലാരും കൂടി കൂട്ടുകൂടി കൊന്നു എന്നല്ലേ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? എന്നിട്ട് ബോഡി പോലും ഞങ്ങൾക്ക് കിട്ടാൻ ദൈവ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ബോഡി കിട്ടിയത്. അല്ലെങ്കിൽ കടലിൽ പോവുകയുള്ളൂ അവിടുന്ന്. എല്ലാവരും ചെല്ലുന്നത് വികൃതമായ ബോഡി, കുഞ്ഞിനെ കാണാൻ പറ്റിയല്ലായിരിക്കും എന്ന് കണ്ടോണ്ടാ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ വെള്ളത്തിൽ നിന്ന് മുക്കി പൊക്കി ഇട്ടിരിക്കുന്ന മാതിരിയുള്ള ബോഡി അവർ കാണുന്നത്. ഇത് കണ്ട് സംശയം തോന്നിയാണ് ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം വീഡിയോ എല്ലാം പിടിക്കുന്നത്. അത്രയ്ക്ക് ക്ലിയർ ആയ ബോഡി, 24 മണിക്കൂർ വെള്ളത്തിൽ കിടന്നു എന്ന് ഇവര് പറയുന്ന ബോഡി അത്ര ക്ലിയർ ആയിട്ട് എങ്ങനെ കിട്ടണത്? ഈ ബോഡി ശരീരത്തുണ്ടായിരുന്ന ഈ മോതിരം, വാച്ച്, ഈ സാധനമൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചോ? ഇല്ല, ആ സാധനം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. കണ്ടുകിട്ടിട്ടില്ലല്ലോ. അത് ഞങ്ങള് പോലീസ് ഓഫീസറിനോട്, ഞങ്ങൾക്ക് അറിയാവുന്ന ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ചോദിച്ചപ്പോ ഇത് ക്രിമിനലുകള് ഈ ബോഡി ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആകണം, അതിന് വേണ്ടിയിട്ട് ബോഡിയിലുള്ള എല്ലാ സാധനവും ഊരി എടുത്തിട്ടാണ് വെള്ളത്തിൽ ഇടുവോളെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ദുഃഖത്തിന് ഒരു അറുതി ഉണ്ടാകും എന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇതിലൊരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതി പിടിക്കപ്പെടും. അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ സമ്മർദ്ദം കുറച്ചൊക്കെ പോലീസിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോ എന്തെങ്കിലും ഭീഷണികളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? തീർച്ചയായും ഒത്തിരി ഭീഷണികൾ ഇതുവരെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാ അവര് പറയുന്നത്? നിങ്ങള് അന്വേഷണമായിട്ട് പോയി കഴിഞ്ഞാൽ എന്റെ മോനെ വകവരുത്തും, അങ്ങനെയുള്ള ഭീഷണികള് പോലീസിന്റെ ഭാഗത്ത്. ഫോണിലാണോ അതോ? അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്നോട് വന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയൊക്കെ ഇവര് സ്വാധീനിച്ചിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകരുത്, കേസുമായിട്ട് മുമ്പോട്ട് പോയാൽ മോളുടെ പല കാര്യങ്ങളും ഞങ്ങൾ വീണ്ടും പുറത്തു കൊണ്ടുവരും എന്ന രീതിയിൽ ഞങ്ങളെ അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് കൂടുതൽ, കാരണം ഇവർ ഞങ്ങളെ എങ്ങനെയെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല, ഇത് കൊലപാതകം നടന്നേക്കണ കാര്യമാണ്, അങ്ങനെ ഞങ്ങളെ ഒരു കാരണവശാലും ഭീഷണിപ്പെടുത്താൻ പറ്റത്തില്ല, ഞാൻ അതിൻ്റെ പിന്നിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല, അതിൻ്റെ വിഷയം ഒതുക്കുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ പല രീതിയിലും ഇപ്പോഴും ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഉണ്ട്. അല്ലെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് ഈ +44 എന്ന് പറയുന്ന ഒരു വിദേശ നമ്പറിൽ നിന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് മിഷേലിന്റെ നെറ്റ് ഫോൺ ആയിരിക്കില്ല, ഇന്റർനെറ്റ് ഫോൺ ആയിരിക്കില്ലേ? എന്തോ അതിനെപ്പറ്റി കൂടുതൽ അറിയാം. നമ്മൾ അന്വേഷിച്ചു പോകാൻ നമുക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടാൻ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മിഷേലിന്റെ വിഷയമായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് പിന്മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തമാശ രൂപയോടെ പറഞ്ഞു, ഒരു മനുഷ്യന് ഒരു പ്രാവശ്യമല്ലേ മരണമുള്ളൂ, ആ മരണം സ്വീകരിക്കാൻ തയ്യാറ്. ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഒരു തൊട്ട അയൽക്കാരൻ്റെ വീട്ടിലെ എൻ്റെ മോളെ പോലുള്ളൊരു കുട്ടിയുടെ മരണത്തിന് വേണ്ടി അന്വേഷിച്ച് പോയിട്ട് മരിക്കുവാണെങ്കിൽ മരിച്ചോട്ടെ, നീ നിന്റെ പണി നോക്കാൻ തന്നെ പറഞ്ഞു. അതിനുശേഷം പിന്നീട് വിളി ഉണ്ടായിട്ടില്ല. എന്തായാലും ഡയറക്റ്റ് ഭീഷണിയായിട്ട് വന്നിട്ടില്ല എങ്കിലും ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് അധികം വരാതിരിക്കത്തക്ക രീതിയിലുള്ള നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനങ്ങൾ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഭീഷണി ഒന്നും വന്നിട്ടില്ലല്ലോ? ഡയറക്റ്റ് ഭീഷണി ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനകത്ത് ആർക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നടക്കുന്നു അല്ലേ എന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെങ്കിൽ ഇപ്പൊ മകനെ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് അപ്പൊ ഒരു വലിയ ഭീഷണിയാണല്ലോ. അപ്പൊ നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ക്വസ്റ്റ്യൻ: ഇനി പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക മേൽവിലാസം? ഓപ്ഷൻ എ 6 തുഗ്ലക് ലൈൻ, ഓപ്ഷൻ ബി 10 ജൻപത്ത്, ഓപ്ഷൻ സി 10 അക്ബർ റോഡ്, ഓപ്ഷൻ ഡി 7 ലോ കല്യാൺ മാർഗ്. 2 പിടിവള്ളിയുണ്ട്. കുട്ടേട്ടന് 2 പിടിവള്ളി, 1 പിടിവള്ളി ഇവിടെ. ഇത് രണ്ടും നിങ്ങളെ സഹായിക്കും. ഇനി തെറ്റ് പറയാതെ മുന്നോട്ട് പോയാൽ നല്ലതായി. കുട്ടേട്ടനോട് ചോദിക്കാല്ലേ? കുട്ടേട്ടാ, ഷാജി ആൻഡ് ശൈലമ്മ, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി 10 ജൻപത്ത്, ഡി 7 ലോ കല്യാൺ മാർഗ്. ഓക്കെ, അപ്പൊ 2 ഉത്തരങ്ങളായിട്ട് കുറച്ചിട്ടുണ്ട്. 10 ജൻപത്ത്, ഓപ്ഷൻ ഡി 7 ലോ കല്യാൺ മാർഗ്. ഓപ്ഷൻ ഡി 7 ലോ കല്യാൺ മാർഗ്. അത് പൂട്ടാമോ? അത് പൂട്ടാം. എന്തോ വരട്ടെ, നമ്മളിപ്പോ ഇതിലും വലിയ കണ്ണീരും കയ്യുമായിട്ട് നടക്കൂല്ലേ നമ്മള്. ഓപ്ഷൻ ഡി 7 ലോ കല്യാൺ മാർഗ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല, ഉത്തരം ശരിയാണ്. അപ്പൊ 80,000 രൂപയുടെ ചോദ്യമായി. നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്ത ലെവലിലേക്കാണ് പോകുന്നത്. ലെവൽ 3. കുട്ടേട്ടാ, ലെവൽ 3. ക്വസ്റ്റ്യൻ പ്ലീസ്.
1,00,000 ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ്? ഓപ്ഷൻ എ മുഴുപ്പിലങ്ങാട്, ഓപ്ഷൻ ബി കോവളം, ഓപ്ഷൻ സി വർക്കല, ഓപ്ഷൻ ഡി കാപ്പാട്. അപ്പൊ അവിടെ ഒരു പിടിവള്ളി ബാക്കിയെടുപ്പുണ്ട്, ഇവിടെ ഒരു പിടിവള്ളി ബാക്കിയെടുപ്പുണ്ട്. ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ലഭിക്കുന്നത് കാപ്പാടാണ്. അറിയില്ല, എനിക്ക് ചോദിക്കണോ? ചോദിച്ചേക്കാം. ആരോടാ? ഇവിടെ ചോദിക്കണോ? കുട്ടേട്ടനോട് കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ടന് 3 ഉത്തരവായിരിക്കും പറയുക. ഇനി 1,00,000 ആയി കഴിഞ്ഞാൽ അങ്ങനെയാ. ഇവിടെയാണെങ്കിൽ ഒറ്റ ഉത്തരം. അപ്പോ ഫാദറെ വല്ല പിടിയുണ്ടോ? വർക്കലയാണെന്നാണ് തോന്നല് വരുന്നല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി, പറഞ്ഞോളൂ. അപ്പം നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി കാപ്പാട്. കടപ്പാട് ആടവരോടാ. ഓപ്ഷൻ ഡി കാപ്പാട്. അമ്മ പറഞ്ഞ ഉത്തരം ശരിയാണ്. അങ്ങക്ക് വർക്കലയിൽ എന്തോ ഒരു ബന്ധമുണ്ടല്ലേ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, കാപ്പാട്. അപ്പൊ 1,00,000 ചോദ്യമാണ്. ബോസ്, കുട്ടിയുടെ എന്തോ ചോദിക്കാൻ വരുന്നുണ്ട്. ഷാജി ആൻഡ് ശൈലമ്മ, മിഷേൽ നിങ്ങൾക്ക് പണ്ട് മുതലേ രാത്രി 12 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ സർപ്രൈസ് തരാറുണ്ട്, ശരിയല്ലേ? ശരിയാണ്. അങ്ങനെ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ 3 പേരുടെയും ബർത്ത്ഡേ, പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ഇതിനെല്ലാം 12 മണി വരെ നോക്കിയിരിക്കും ഉറങ്ങാതെ. ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് വന്ന് അനങ്ങാതെ വന്ന് ആരുടെ ഇപ്പൊ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേക്കാരുടെ കാലിൽ തോണ്ടിയിട്ട് ഇപ്പോൾ എണീപ്പിച്ച് ഗിഫ്റ്റ്, എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കുഞ്ഞതിലേ മുതൽ, ചിലപ്പോൾ വരച്ച എന്തെങ്കിലും ഒരു ഫ്ലവർ ആയിരിക്കാം, ബട്ടർഫ്ലൈ ആയിരിക്കാം കുഞ്ഞതിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന മാതിരിയുള്ള ഗിഫ്റ്റ് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് തന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയും തന്ന് ഹാപ്പി ബർത്ത്ഡേ, ഞങ്ങൾക്കാണെങ്കിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ലാസ്റ്റ് 2017 ഫെബ്രുവരി 16 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അന്ന് ഒരു മഗ്ഗില് ഞങ്ങളുടെ ഫാമിലിയുടെ ഫോട്ടോയും ഇവർ പിള്ളേരുടെ 2പേരുടെ ഫോട്ടോയും ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് ഒരു മഗ്ഗ് കൊണ്ടുവന്ന് ഞങ്ങളെ 2പേരെയും നിർത്തി നടുക്കവളും മോളും നിന്ന് മോനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് അങ്ങനെയാണ് പോയത്. അതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ്. 17 ശേഷം ഓരോ ബർത്ത്ഡേയും വരുമ്പോ രാത്രിയില് ഞങ്ങൾക്കിപ്പോ ബർത്ത്ഡേയും ഇതൊന്നും ഇല്ല. ഞങ്ങള് ബർത്ത്ഡേ ഒന്നും പിന്നെ ആഘോഷിക്കാറില്ല. മോളുള്ളപ്പോ എല്ലാത്തിനും മോള, പിന്നെ ഡ്രസ് എടുക്കുന്നതിനും കേക്ക് വാങ്ങിക്കുന്നത്, അതുപോലെ ഇന്ന വിഭവം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അവളാണ് സെലക്ട് ചെയ്യുന്നത്. എല്ലാത്തിനും വീട്ടിലെല്ലാ കാര്യങ്ങൾക്കും മോളായിരുന്നു മുമ്പിൽ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനായിട്ട്. എനിക്ക് വെയിറ്റ് ശലം കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പപ്പ ഇന്ന് മുതൽ പപ്പ വൈകുന്നേരം ഭക്ഷണം വൈകുന്നേരം ചോറ് കഴിക്കരുത്, വേണമെങ്കിൽ ഒരു ചപ്പാത്തി കഴിച്ചു, അങ്ങനത്തെ സ്ട്രിക്റ്റ് ഓർഡറുകൾ വരും. അപ്പോൾ ഞാനതനുസരിച്ച് ആണ് അന്ന് മുമ്പോട്ട് പോയിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെയും എങ്ങനെ നയിക്കണം, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, ആ രീതിയിൽ എല്ലാ നിർദ്ദേശങ്ങളും വീട്ടിൽ മോളാ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എവിടെ പോകാനായാലും പോകുമ്പോഴായാലും നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആ പോണ വഴിക്ക് നമ്മൾ കഴിക്കേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതെല്ലാം മോള് ക്രമീകരിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഒരു PTA മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ സാരി ഉടുക്കുന്നതാണ് മോൾക്ക് ഇഷ്ടം. അപ്പോൾ കബോർഡ് തുറന്ന് ഞാൻ വരുമ്പോഴേക്കും കബോർഡ് തുറന്ന് ഏത് സാരി ഇടും മോള് തന്നെ ഇങ്ങനെ ഇട്ട് എല്ലാം നോക്കി ഫോട്ടോ എടുത്ത് വയ്ക്കും. എന്നിട്ട് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്ത് വെക്കുന്നത്, അത് റെഡിയാക്കി വെക്കും. ഇത് എടുത്തോണ്ട് വരണം കേട്ടോ മമ്മി. ചിലപ്പോൾ എനിക്ക് സമയം കിട്ടാണ്ട് ഞാനിവിടെ കടയിൽ നിന്നൊക്കെ അങ്ങ് വന്നിട്ട് പെട്ടെന്ന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനൊരു ചുരിദാർ എടുത്തിട്ടുണ്ട് അങ്ങ് പോകും. സാരി ഉടുക്കുമ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടൊരു ചിരിയുണ്ട്, എന്നെ പറ്റിച്ചു അല്ലേ എന്നുള്ള. കാരണം സാരി ഉടുക്കണം നമുക്ക് ഇഷ്ടം. സാരി ഉടുക്കുമ്പോൾ മമ്മി നല്ല സാരി ഉടുക്കണം എന്നും പറഞ്ഞ് സെലക്ട് ചെയ്യുന്നതും എല്ലാം മോള് തന്നെ. ഇങ്ങനെ ഞങ്ങൾക്ക് കുടുംബത്തിൽ എന്നാ ഞങ്ങൾക്ക് എല്ലാം ഒരു ഭയങ്കര ഒരു ശൂന്യത അങ്ങായി പോയ മാതിരി. ലൈഫില്ല അല്ലേ? ഈ കേസ് അവസാനമായിട്ട് തെളിയാനായിട്ട് ഗവൺമെന്റ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അതുപോലെ CA അനന്തലാൽ സാറ്
അതുപോലെ ACP ഈ 3 പേരുടെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഈ കേസ് ഒരു CBI അന്വേഷിക്കാണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. ഇവരെന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവർക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പോലീസ് ചെയ്യേണ്ട ഒരു അധികാരം ഞങ്ങൾക്ക് ഒരു 5 പേർക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ വിതിൻ 1 വീക്കിനുള്ളിൽ ഇതിന്റെ എല്ലാ സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവരാം. പക്ഷെ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. പക്ഷെ പോലീസിന്റെ ഡ്യൂട്ടി അധികാരമില്ലാണ്ട് തന്നെ ഞങ്ങൾ ആദ്യം മുതൽ ചെയ്യുക ചെയ്ത് ഇതുവരെ 7 വർഷമായിട്ടും ഞങ്ങളുടെ എല്ലാ ആൾക്കാരും അതിനുവേണ്ടി പ്രയത്നം ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് എല്ലാം കണ്ടെത്തിയത് ഇത് കൊലപാതകമാണ്, ഇവർക്കെല്ലാം അറിവുണ്ടായിരുന്നു ഈ കൊലപാതകത്തിൽ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനകത്തൊരു നുണപരിശോധന നടത്താൻ തയ്യാറായ ഗവൺമെന്റ് ഓർഡർ ഇടുകയാണെങ്കിൽ, ഗവൺമെന്റിന് വേറെ ഒരു തടസ്സമില്ലെങ്കിൽ അത് ഓർഡർ ഇടുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഒരാൾ സത്യസന്ധമായിട്ടാണ് ഇത് ചെയ്തേക്കണത്, അല്ലെങ്കിൽ എൻ്റെ അന്വേഷണം സത്യസന്ധതയോടുകൂടി ആണെങ്കിൽ ആ നുണപരിശോധനയ്ക്ക് വിധേയനാകുന്നതിന് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? തീർച്ചയായിട്ടും. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ, ഇനി പറയുന്നവയിൽ ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിലും നടത്തിപ്പിലും പങ്കാളികളാവാത്തത്? ഓപ്ഷൻ A ഇന്ത്യ, ഓപ്ഷൻ B റഷ്യ, ഓപ്ഷൻ C ജപ്പാൻ, ഓപ്ഷൻ D കാനഡ. ഒരു പിടിവള്ളി ബാക്കിയുണ്ട്, ഇത് കുട്ടേട്ടന്റെ തന്നെയാണ്. കുട്ടേട്ടാ. യെസ് ബോസ്. ഷാജി ആൻഡ് ശൈലമ്മ, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. A ഇന്ത്യ, B റഷ്യ, C ജപ്പാൻ. അപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഉത്തരം തെറ്റിയാൽ കിട്ടാൻ പോകുന്ന 10,000 രൂപ, പിന്മാറിയാൽ 50,000 രൂപ. ഉത്തരം ശരിയായാൽ 2 ലക്ഷം രൂപ. അതാണ് കമ്പോള നിലവാര അവലോകനം. ഇന്ത്യ. ഓപ്ഷൻ A ഇന്ത്യ. പൂട്ടാം എനിക്ക്. നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇക്കാര്യത്തിൽ? ഒരു സംശയമില്ല. ഉറപ്പിച്ചു. ഓപ്ഷൻ A ഇന്ത്യ ലോക്ക് ചെയ്തു. നീ ഇപ്പൊ ശൂന്യതയാ. ഓപ്ഷൻ A ഇന്ത്യ ഉത്തരം ശരിയാണ്. ഇപ്പൊ 2 ലക്ഷം രൂപ. ഇനി പിടിവള്ളികളില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടണം. ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മോണിറ്റർ, വിജയ ബാങ്ക്, കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക് എന്നീ ബാങ്കുകൾ ആരംഭിച്ചത് ഇന്നത്തെ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ A തെലങ്കാന, ഓപ്ഷൻ B ഗോവ, ഓപ്ഷൻ C കർണാടക, ഓപ്ഷൻ D ഒഡീഷ. തെറ്റിക്കരുത്. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. കിട്ടിയാ? സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. 1 ലക്ഷം രൂപ ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. അപ്പൊ ഇനി ഒരു ഉത്തരം പറയൂ. അപ്പൊ ഇനി പൈസ പോകില്ല. B ഗോവ. ഗോവ അല്ല ഉത്തരം. ശരിക്കും ഈ ബാങ്കിൽ ഉണ്ടായത് കർണാടകത്തിലാണ്. ഓപ്ഷൻ C കർണാടകയാണ് ശരി ഉത്തരം. അപ്പൊ നമ്മൾ ഈ മത്സരം ഇവിടെ അവസാനിക്കുന്നു. 1 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്. മത്സരത്തിനപ്പുറം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം ഈ ലോകത്തോട് പറയാൻ പറ്റി. ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും. കാര്യം ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയാത്ത കണ്ണീരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ പോലീസിന്റെയും കുറ്റാന്വേഷണ ഏജൻസിയുടെയും ജോലിയാണ്. അതവർ നടത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വേറെ എന്തെങ്കിലും നിങ്ങൾ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? മോക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാനായിട്ട്. ഏതായിരിക്കും ഇഷ്ടപ്പെട്ട പാട്ട്? എന്തു പറഞ്ഞാലും. അത് മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. കുട്ടേട്ടാ. യെസ് ബോസ്. ഈ മിഷേൽ ഷാജിക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ട്, അതിന്റെ ഒരു പല്ലവി. തീർച്ചയായിട്ടും ബോസ്. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരു പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടും മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിൽ മുട്ടിയില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു കുട്ടേട്ടാ. ഈ പാട്ട് മോൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? പാടുമായിരുന്നു. മോളെ ഞങ്ങൾ വാവേന്നാ വിളിക്കുന്നത്, മിഷേലിന്ന് വിളിക്കാറില്ല. ഓക്കെ, വാവേന്നാണ് കുഞ്ഞത് മുതൽ വിളിച്ചോണ്ടിരുന്നത്. അപ്പോ ഈ പാട്ട് കേട്ടപ്പോ മുതൽ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്ന്, അതുപോലെ ആ കളിക്കുന്ന മാതിരി ഇങ്ങനെ വന്ന് ഞങ്ങളുടെ താടിയിലൊക്കെ പിടിച്ചിങ്ങനെ പാടി ചുറ്റും നടക്കും. ആ പാട്ട് ഭയങ്കര ഇഷ്ടം. അങ്ങനെയാണ് ഞാനും അത് പഠിച്ചത്.
എന്തായാലും നിങ്ങളുടെ വിഷമം എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാവും. അവരുടെ ഒരു ധാർമ്മിക പിന്തുണ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. നമുക്ക് നോക്കാം, കാലം ചിലത് കാത്തു വെച്ചിട്ടുണ്ടാവുമല്ലോ. നോക്കാം. കുട്ടേട്ടാ, ലെവൽ 1. അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവും, 1,00,000 രൂപ. ഇപ്പോൾ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് അങ്ങ് തന്നെ വാങ്ങും. അമ്മയും കൂടെ വന്നുള്ളൂ. അപ്പൊ എന്തായാലും ഈ സങ്കടം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷെ അന്വേഷണം നടന്ന് എന്താ മകൾക്ക് സംഭവിച്ചെന്ന് അറിയാനും ഒരിട നിങ്ങൾക്ക് വരട്ടെ, അതിനെങ്കിലും അത് കഴിയട്ടെ എന്നുള്ളതാണ്. അപ്പൊ ശരി, എനിക്ക് കാണാം. ശരി അമ്മ. താങ്ക് യു സർ. കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ ഒരു മകൾ കൊച്ചി നഗരം പോലെ ഒരു മെട്രോ സിറ്റിയിൽ കാണാതാവുക, കുറച്ചു കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് വിവരം കിട്ടുക ഒരമ്മയ്ക്കും ഒരു പിതാവിനും താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. ഈ മരണം, അതിന്റെ വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട് എന്ന് നമുക്കൊക്കെ തോന്നിയിരുന്നു. ഇന്ന് ഈ പരിപാടി കണ്ടപ്പോഴും ഈ അമ്മയും അച്ഛനും ഉയർത്തുന്ന ചില പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല. ഈ ദുരൂഹതകൾ അവസാനിപ്പിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി മിഷേൽ ഷാജിക്ക് എന്ത് സംഭവിച്ചു എന്ന് മറുപടി കൊടുക്കേണ്ടത് കുറ്റാന്വേഷണ ഏജൻസികളാണ്. അവരത് ചെയ്യും എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് മറ്റു മത്സരാർത്ഥിയുമായി അടുത്ത ദിവസം നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.